Hello, good morning. Good morning, ma'am. 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 Okay, എല്ലാവരും എത്തിയോ? കുറെ ദിവസങ്ങളായി കണ്ടിട്ട്. സോ എത്ര സ്ട്രെങ്ത് ആണ് എല്ലാ ദിവസവും കയറുന്നതെന്ന് എനിക്കറിയില്ല. എത്ര കുട്ടികളൊക്കെ മാക്സിമം ഉണ്ടാകാറുണ്ട് ക്ലാസ്സിലെന്ന് അറിയില്ല. എല്ലാവരും എത്തിയോ? ഏകദേശം എത്ര സ്റ്റുഡൻസ് കയറാറുണ്ട് നമ്മുടെ ഈ ക്ലാസ്സില് അറിയില്ല. നിങ്ങൾ നോട്ട് ചെയ്തിട്ടില്ല? 80 above students ഉണ്ടാവാറുണ്ട്, ma'am. എത്ര? 80 above. 80 above. Yes. Okay. Now it's 61. 61 കുട്ടികളെ കയറിയിട്ടുള്ളൂ ഇപ്പൊ. 62. Good morning, ma'am. ആ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോ. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. കഴിഞ്ഞ വീക്കിലെ എന്റെ ഒരു ക്ലാസ് എനിക്ക് മിസ് ചെയ്തിട്ടുണ്ട്. അത് ഈ മോർണിംഗ് സെഷനാണ്. പെട്ടെന്ന് ടീച്ചർക്ക് വയ്യായ്മ വന്നപ്പോ എനിക്ക് പെട്ടെന്ന് പോകേണ്ടി ഒന്നുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി ഒന്ന് ഇവിടെ വെച്ചിട്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് അന്ന് മോർണിംഗ് സെഷനിൽ എന്റെ ക്ലാസ് അവിടെ മിസ്സായി. അപ്പൊ കുറെ കഴിഞ്ഞിട്ടാ എനിക്ക് തോന്നുന്നത് നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഒരു സജഷൻ ഉണ്ടായിരുന്നു, മാം. എന്തോ? ഒരു സജഷൻ ഉണ്ടായിരുന്നു. ആ പറഞ്ഞോളൂ. ഓക്കെ മാം, ഞങ്ങൾക്ക് ഒരു 1 week മുമ്പ് വരെ അശ്വതി മാമിന്റെ ക്ലാസ് എല്ലാവർക്കും നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അശ്വതി മാമിന്റെ ക്ലാസ് മീൻസ് മാം നമ്മളുടെ കൂടെ ഇന്ററാക്ട് ചെയ്തിട്ടായിരുന്നു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു റിവൈസും കൂടെ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടെ നല്ലോണം മനസ്സിലാവുന്ന ക്ലാസ് ആയിരുന്നു ഞങ്ങൾക്ക് മാമിൻ്റെത്. പക്ഷെ ഇപ്പൊ ഒരു ഇതുണ്ടായിരുന്നല്ലോ, മ്യൂട്ട് ചെയ്തിട്ട് വേണം എല്ലാവരും ക്ലാസ്സിൽ മ്യൂട്ട് ചെയ്തിട്ട് ഇരിക്കണം, അങ്ങനെ ഇന്ററാക്ട് ചെയ്തിട്ട് ഒരു ക്ലാസ് ഇപ്പൊ നടക്കുന്നില്ല. അതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അത്രേ ഉള്ളൂ മാം. ഓക്കെ, ശരി, മ്യൂട്ട് ചെയ്തോളൂ. അടുത്ത ക്ലാസ് അടുത്ത ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? സജഷനോ സംശയം എന്തെങ്കിലും? എന്നിട്ട് ഞാൻ പറയാം, റിപ്ലൈ പറയാം കേട്ടോ. പറയും. എനി അതർ സജഷൻസ് ഓർ ഡൗട്ട്സ്, എനിത്തിങ്? എല്ലാവരും ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് വേഗം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതുകൊണ്ടാ. ഇല്ലല്ലോ? നത്തിങ്. ഓക്കെ, അപ്പൊ നമുക്കേ ഇതിനുള്ള സജഷൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അതിന് ഞങ്ങൾ ചില കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി എടുത്ത ഒരു ഡിസിഷനാണ്. എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക, അല്ലെങ്കിൽ നമുക്കും ഇന്ററാക്ട് ചെയ്ത്. നമ്മൾ എല്ലാവരും ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എപ്പോഴാണ് തുടങ്ങിയത്? കൊറോണ ഒക്കെ തുടങ്ങിയപ്പോഴല്ലേ ഈ ഓൺലൈൻ ക്ലാസ്സസ് തുടങ്ങിയത്. അതിനു മുമ്പ് വരെ എല്ലാവരും എന്ത് കോഴ്സ് പഠിക്കണമെങ്കിൽ നേരിട്ട് അതാത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കൊറോണ നമ്മളെ കമ്പൽ ചെയ്തു ഇങ്ങനെ ഒരു സംഭവം തുടങ്ങാനായിട്ട്. കാരണം കുട്ടികൾക്കൊക്കെ അവരുടെ ക്ലാസ്സുകൾ പോകാതിരിക്കാനും അങ്ങനെ ഒരു ഐഡിയ, ആ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് എടുത്തു. സോ അതായത് ഇന്ന് എവിടെ ഏത് ഫാർ ഡിസ്റ്റൻസിലായാലും നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ ഏത് ഡിസ്റ്റൻസിലുള്ള ആളുകൾക്കും ഒരേ രീതിയിൽ നമുക്ക് ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ എല്ലാവരെയും കൂടി ഒരുമിച്ച് കിട്ടാനും ഒക്കെ പാകത്തിനാണ് ഈ ഓൺലൈൻ ക്ലാസ്സസ് തുടങ്ങിയത്. പക്ഷേ നമ്മുടെ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്ന ചില കംപ്ലൈന്റുകൾ ഫ്രം ദ പാർട്ട് ഓഫ് യുവർ സെൽഫ്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെയാണ്, ഞങ്ങളുടെ ഭാഗത്തുനിന്നല്ല, നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ മെനി കംപ്ലൈന്റ്സ് കേം. ഒരുപാട് കംപ്ലൈന്റുകൾ വന്നു. അതിലെ ഫസ്റ്റ് കംപ്ലൈന്റ് ഇതാണ്, പറഞ്ഞേക്കാം. അതായത് നമ്മൾ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ലൈവ് സെഷൻ ആയതുകൊണ്ട് നിങ്ങൾ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കുന്നു. ആ ചോദിക്കുന്ന ആള് മാത്രം, ഞങ്ങൾ ഇങ്ങനെയാ പറഞ്ഞു കൊടുത്തത് ടീച്ചേഴ്സിനോട്, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ പർട്ടിക്കുലർ ആയിട്ട്, ഇപ്പൊ നമ്മൾ ക്ലാസ് തുടങ്ങിയില്ല, എന്റെ ടോപ്പിക് ബേസ് ആയിട്ടുള്ള ചോദ്യമൊന്നും ഞാൻ ചോദിച്ചില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോന്ന്. കുട്ടികൾ 80 എബവ് പിള്ളേർ വരും എന്ന് പറഞ്ഞ കാരണം ഞാൻ ഒരു ഇത്തിരി സമയം അവിടെ ഉപയോഗിച്ചതാ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്ക് തന്നെ അതിന്റെ സൊല്യൂഷൻ തരാൻ പറ്റും.
പറ്റുള്ളൂ. എന്നിലൂടെയാണ് അവരോട് ഞാൻ പറഞ്ഞേക്കുന്നത്. അതിനാണ് എനിക്ക് വീക്കിലി ഒരു ക്ലാസ് തന്നേക്കണേ. എന്നെ നിങ്ങൾ ഒരു ദിവസം മാത്രം സഹിച്ചാൽ മതി. പക്ഷെ ഒരു ദിവസം എന്തായാലും വീക്കിലി സഹിക്കേണ്ടി വരും. അപ്പൊ ആ ഒരു കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ എന്നോട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. അപ്പൊ ഞാൻ ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിൽ നമ്മൾ എന്തെങ്കിലും ഇന്ററാക്ഷൻസ് നല്ലതാണ്, പക്ഷെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ യു ജസ്റ്റ് സ്പെസിഫൈ ദ നെയിം. ആരോടാണോ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേരെടുത്ത് വിളിക്കുക. അതർവൈസ് എല്ലാവരും കൂടി എന്ത് ചെയ്യും, അൺമ്യൂട്ട് ചെയ്ത് ഇങ്ങനെ പല പല ആളുകളായിട്ട് ആൻസേഴ്സ് പറയും. ആൻസേഴ്സ് പറയുമ്പോൾ നമുക്ക് അത്ര വലിയ പ്രശ്നം തോന്നുന്നില്ലെങ്കിൽ ഉണ്ട് കേട്ടോ, നമ്മളും പ്രശ്നമുണ്ട്. കംപ്ലൈന്റുകൾ പലതും ഇവിടെ നമുക്ക് കിട്ടിയിരുന്നു പേഴ്സണൽ ആയിട്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട്, ഞങ്ങൾക്ക് അവിടെ എന്തൊക്കെ പറയുന്നത്, ടീച്ചേഴ്സിന്റെ സൗണ്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ക്ലിയർ ആകുന്നില്ല. ഓക്കെ, മാത്രമല്ല ഇനി ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ് കാണുന്നവരുണ്ട്. ഏകദേശം 19 കുട്ടികൾ മാത്രമാണ് ലൈവ് സെഷനിൽ ജോയിൻ ചെയ്ത് ക്ലാസ്സസ് കാണുന്നുള്ളൂ. ഓൾ ദ അതേഴ്സ്, ഐ തിങ്ക് ദർ ആർ മോർ ദാൻ 500 സ്റ്റുഡൻസ് ജോയിൻഡ്. നിങ്ങളുടെ ഈ ഒരു സെഷനിൽ തന്നെ 500 കുട്ടികൾ കൂടുതലുണ്ട്. മോസ്റ്റ് ഓഫ് ദം വർക്കിംഗിലായിരിക്കാം, മേ ബി എൻഗേജ് ഇൻ സം അതർ ആക്ടിവിറ്റീസ്. മറ്റേതെങ്കിലും ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്തിരിക്കുന്നവരായിരിക്കാം. സോ അവർക്ക് ഈ പറയുന്ന ഈ ഒരു റെക്കോർഡഡ് ക്ലാസ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് അവർക്ക് ക്ലാസ്സസ് കാണാൻ പറ്റുള്ളൂ. സോ ദാറ്റ് അവര് ആ ക്ലാസ്സസ് കാണുമ്പോൾ ദേ ഹാവ് മെനി ഡിസ്റ്റർബൻസസ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. നമ്മളുടെ കാര്യം എന്താ, ഈ ഒരു കോഴ്സ് ഇവിടെ കൊടുക്കുമ്പോൾ നിങ്ങൾ അത് എന്താ പറയാ പറയുന്നത് കേൾക്കുന്നത് മനസ്സിലാക്കി പഠിക്കാം. ആഫ്റ്റർ ദാറ്റ് ലാസ്റ്റ് 15 minutes or 10 minutes ആസ് ദ ടോപ്പിക്കിന്റെ കണ്ടന്റ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി ടീച്ചേഴ്സിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 10 or 15 മിനിറ്റ് നിങ്ങൾ എടുത്തോ. ആ സമയത്ത് നിങ്ങൾ ഓരോരുത്തരെയായിട്ട്, അല്ലാതെ ഇങ്ങനെ എല്ലാം കൂടി കൂട്ടത്തോടെ റിപ്ലൈ തരുന്ന രീതിയിൽ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് ഇവിടെ തന്നെയാണ്. നിങ്ങൾക്കത് നല്ലതായി തോന്നാം, പക്ഷേ അതിന്റെ ഒരു എന്താ പറയാ ഒരു നെഗറ്റീവ് ഇഫക്ട് എന്ന് പറയുന്നത് ഇതാണ്. റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർക്ക് ഇത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണെന്നാണ് അവർ നമുക്ക് വന്നിരിക്കുന്ന ഫീഡ്ബാക്കുകൾ. അവർ നമുക്ക് പല ആളുകളുടെയും എന്താ പറയാ വാട്സപ്പിലേക്കും അല്ലെങ്കിൽ പേഴ്സണലായിട്ട് കോൾ ചെയ്തും ഒക്കെ ഒത്തിരി കംപ്ലൈന്റുകൾ ഇവിടെ വന്നു. ഇതിനു മുമ്പും നമ്മളിവിടെ ഇത്രയും, ഇപ്പൊ നിങ്ങൾ 6th ബാച്ചാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ, 6th ബാച്ച് ആയപ്പോഴാണ് ഇത്രയും കംപ്ലൈന്റ്സ് കൂടിയത്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടി വന്നതുകൊണ്ടാണ്. ഇതിനു മുമ്പുള്ള ബാച്ചസിൽ ഇത്രയും സ്റ്റുഡൻസ് ലെസ് ദാൻ 100 or up to 100 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ കുട്ടികൾ. അന്നേരം ഇത്രയും പ്രശ്നം ഉണ്ടായില്ല. ഒരു പകുതി ആളുകൾ എന്താ പറയാ 10, 50, 60 പേരൊക്കെ ലൈവ് ക്ലാസ്സിൽ കയറുന്നുള്ളൂ, ബാക്കിയുള്ളവർ റെക്കോർഡഡ് ക്ലാസ്സിൽ കയറുന്നു. അന്നേരം ഈ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും സ്റ്റിൽ മിക്ക ക്ലാസ്സുകളിലും ഞാൻ കയറി പറയുന്നുണ്ട്, നിങ്ങളെ എനിക്ക് കിട്ടാൻ കുറച്ച് നമ്മൾ ഡിലേ വന്നതുകൊണ്ടാണ് അല്ലെ. അപ്പൊ എനിക്ക് എന്താ പറയാ ആ ക്ലാസ്സുകളിൽ കയറിയിട്ട് മിക്ക ക്ലാസ്സിൽ നമ്മൾ കയറിയിട്ട് ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെടുത്ത തീരുമാനമാണ് ആ ഇന്ററാക്ഷൻസ് കുറച്ച് ലാസ്റ്റിലേക്ക് വെക്കുക. ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് എവിടെ വരെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നു, ഒരു ദിവസം ഒരു ടോപ്പിക് എവിടെ വരെ എടുക്കാൻ ഉദ്ദേശിക്കുന്നു അവിടെ വരെ എടുത്തതിന് ശേഷം കുട്ടികൾക്ക് മനസ്സിലായോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായോ അവരോട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ച് അതിന്റെ ആൻസേഴ്സ് വാങ്ങിക്കാം. ആൻഡ് ഏതെങ്കിലും പോർഷൻസിൽ ഇനിയും ഒന്നുകൂടി പറയേണ്ടതായിട്ട് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് കുട്ടികൾ ആവശ്യപ്പെടുകയാണെങ്കിൽ യു ഹാവ് ടു ഡു ദാറ്റ്. അത് ചെയ്തു കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിച്ചത് ഇവിടെ നിന്ന് തന്നെയാണ്. സോ വി കനോട്ട് ചേഞ്ച് ദാറ്റ് റൂൾ. ഇനി നമുക്ക് അത് റൂള് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ എല്ലാവരുടെയും ഭാഗം കേൾക്കണം അല്ലെ. അങ്ങനെ ഇന്ററാക്ഷനിലൂടെ മാത്രമാണ് നമുക്ക് ഈ ക്ലാസ്സസ് കിട്ടിയാൽ മതി എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര ക്ലിയർ കട്ടായിട്ട് നിങ്ങളുടെ നോട്ടിനകത്ത് എല്ലാം കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ കൂടി അതിന്റെ കൂടെ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്പ്ലനേഷനും തരുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണം, ടീച്ചർ മറുപടി തരുകയും വേണം. അത് ആ സെഷനിൽ അങ്ങനെ ഒരു റൂൾ നമ്മളിവിടെ ഫോളോ ചെയ്തു. അല്ലെങ്കിൽ എല്ലാം കൂടി കിടന്ന് ഇങ്ങനെ വച്ചിട്ടാകുമ്പോൾ അത് നമുക്ക് മാത്രമല്ല റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഇവിടെ ഒരു അറിവ് കിട്ടിയിട്ടുണ്ട്. അറിവ് കിട്ടിയെന്നല്ല, അങ്ങനെയാണ് അവർ പറയുന്നത്. സോ ഞാനിപ്പോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും മ്യൂട്ടാണ്. ഐ തിങ്ക് ആരും ഇതിന്റെ ഇടയിൽ അൺമ്യൂട്ട് ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. എനിക്ക് സൗണ്ട് ബ്രേക്ക് ആയോ ഒന്ന് പറയാമോ? റിപ്ലൈ പറയാമോ? ഒന്ന് തമ്പായിട്ടോ യെസ് എന്നോ നോന്നോ എന്തെങ്കിലും പറയോ? ഞാൻ ഇത്രയും നേരം കുറച്ചു നേരം സംസാരിച്ചു. വാസ് ദർ എനി സൗണ്ട് ബ്രേക്ക് ഉണ്ടായിരുന്നോ? എന്തുകൊണ്ട് ഉണ്ടായിരുന്നില്ല? കാരണം യു ഓൾ ആർ മ്യൂട്ടഡ്. നിങ്ങൾ എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കുക. ഞാൻ ഇവിടുന്ന് ഓൾ മ്യൂട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ നിങ്ങൾ തന്നെ കമ്പയർ ചെയ്ത് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ അവിടെ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്റ്റർബൻസ് വരും, സൗണ്ട് ബ്രേക്ക് ആകും, പിന്നെ നിങ്ങൾക്ക് ക്ലിയർ ആകില്ല. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ സജഷൻ പരിഗണിക്കാത്തതല്ല, പക്ഷെ നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന ഒരു ദോഷം, ഒരു നെഗറ്റീവ് ഇഫക്റ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നത്. ഓക്കെ മാം, അത് നമ്മള്
അത് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് അതൊരു പരാതിയായിട്ട് പറയാതെ സജഷൻ ആയിട്ട് പറഞ്ഞത്. അതെ, സജഷൻ കണക്കിലെടുക്കാത്തതല്ല എന്നാണ് ഞാനും പറഞ്ഞത്. പരാതിയല്ല, അത് കംപ്ലൈന്റ് ആയിട്ട് വേറെ വന്നു. ഇതൊരു സജഷൻ ആയിരുന്നു, ഓക്കെ, ഞാൻ എഗ്രി ചെയ്തു. പക്ഷെ ഇതിന്റെ പിറകിൽ കൂടി കുറെ പരാതികൾ വന്നു. ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, നമ്മളിങ്ങനെ ലൈവ് ക്ലാസ്സിലേക്ക് കയറാൻ പറ്റാതെ റെക്കോർഡഡ് ക്ലാസ് വാച്ച് ചെയ്യാം എന്നുള്ളത് മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തത്. സോ വി ഫീൽസ് മെനി ഡിഫിക്കൽട്ടീസ്. ഇങ്ങനെ ഈ കടന്ന് എല്ലാം കൂടി പറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി ക്ലിയർ ആകുന്നില്ല, ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒത്തിരി ടൈം കൂടി സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസ് വാച്ച് ചെയ്യാനായിട്ട്, റെക്കോർഡ് ക്ലാസ് വാച്ച് ചെയ്യാനായിട്ട് ഇല്ലാത്ത സമയം തേടി കണ്ടുപിടിച്ച് ചിലപ്പോൾ ലേറ്റ് നൈറ്റ് ഒക്കെ ആയിരിക്കും ഈ ക്ലാസ്സുകൾ കാണുന്നത്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടെന്ന്. പിന്നെ ആവശ്യമില്ലാത്ത വേറെയും കുറെ നമുക്ക് നമ്മളുടെ ടോപ്പിക്കുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളും ഇല്ല. ഓക്കെ, നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കണക്ട് ചെയ്യാനും കുറെ എക്സാമ്പിൾസ് പറയാനും ഒക്കെ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം ടൈം ഈസ് വെരി പ്രഷ്യസ് ടു എവരിവൺ, അല്ലെ? സമയം എല്ലാവർക്കും ഭയങ്കര എന്താ പറയാ പ്രഷ്യസ് ആണ്. ചില ആളുകൾക്ക് ഒത്തിരി സമയമില്ല, ബിക്കോസ് അവർ പല ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആണ്, അതിന്റെ ഒപ്പം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അവർക്ക് അധികം സമയമില്ല സ്പെൻഡ് ചെയ്യാനായിട്ട്. അവർക്ക് ആ ക്ലാസ് കിട്ടുക, ആ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമാകുക, അതൊക്കെ അവരും ആഗ്രഹിക്കുന്നുള്ളൂ. ഇഫ് ദേ ഹാവ് എനി ഡൗട്ട്, അവർക്കും റെക്കോർഡഡ് ക്ലാസ് കാണുന്നത്, അവർക്ക് റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ അവർക്ക് ഡൗട്ട് ഉണ്ടാകും. അത് നമ്മൾ സൊല്യൂഷൻ പറഞ്ഞിരിക്കുന്നതാണ്. കുറെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, ഫോഴ്സ്ഫുള്ളി ഒന്ന് ലൈവ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ആര് റെക്കോർഡഡ് ക്ലാസ്സിനോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഓക്കെ ആണല്ലോ? ഓക്കെ, എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ യു ഹാവ് ടു കോപ്പറേറ്റ്. ഞങ്ങൾക്ക് നിങ്ങളോട് ഉദ്ദേശമില്ല, ഇന്ററാക്ട് ചെയ്ത് നമുക്ക് ക്ലാസ് നടക്കുന്നത് തന്നെയാണ് എല്ലാവർക്കും വിശേഷമൊക്കെ പറഞ്ഞ് നമ്മൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ പോകാം. പക്ഷെ നമുക്ക് ആ ഒരു ലിമിറ്റേഷൻ, ആ ഒരു എന്താ പറയാ കുറച്ച് ലിമിറ്റേഷൻസ് അതിന്റെ ഭാഗത്തുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നത്. അത് വേറെ ആരുടെയും കുഴപ്പമല്ല. ടീച്ചേഴ്സിനോട് നമ്മൾ അങ്ങനെ ഒരു സജഷൻസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെ ചെയ്യണം. ആ ലാസ്റ്റ് 10 മിനിറ്റ് വേണമെങ്കിൽ നിങ്ങൾ ഇന്ററാക്ട് ചെയ്തോ. ദാറ്റ് മീൻസ് ആ ലാസ്റ്റ് 10 മിനിറ്റ് അപ്പൊ അവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് അവർക്ക് വീഡിയോ ഓഫ് ചെയ്ത് പോകാം, റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക്. കാരണം അവിടെ ഇന്ററാക്ഷൻസ് നടക്കുന്നു, സംശയം ചോദിക്കുന്നല്ലേ, ആ പാർക്കല്ലേ, കുഴപ്പമില്ല, അത് ബാക്കി പോയിക്കോട്ടെ, ഞങ്ങൾക്ക് അത് കാണേണ്ട ആവശ്യമില്ല, ഞങ്ങൾ 45 മിനിറ്റ്സ് ഞങ്ങൾ ക്ലാസ് കിട്ടിയത്, ദാറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞാൽ അവർ വേണമെങ്കിൽ അവരുടെ റെക്കോർഡ് ഓഫ് ചെയ്ത് ഗോ, അല്ലെ, അവർക്ക് ആ കാര്യം ലീവ് ചെയ്ത് അവർക്ക് അവരുടെ കാര്യങ്ങളിലേക്ക് പോകാം. സോ എല്ലാവർക്കും ഭയങ്കര ടൈമൊക്കെ പ്രഷ്യസ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ നമ്മൾ അവരെ കൂടി പരിഗണിക്കണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത്തരം ഇന്ററാക്ഷൻസ് ഒഴിവാക്കാനും പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, മറ്റേതെങ്കിലും ടീച്ചേഴ്സ് ഇപ്പൊ ഞാനൊക്കെ എടുക്കുന്നത് മനസ്സിലാവണ്ടോ എന്ന് പറയുമോ നീ ആദ്യം? അശ്വതി മിസ്സിന്റെ കാര്യം മാത്രം കൊണ്ട് പറഞ്ഞല്ലോ, ബാക്കി ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, എല്ലാവരും ക്ലാസ്സുകൾ നന്നായി എടുക്കുന്നോ? മാം, ഞങ്ങൾക്ക് ആദ്യം ആതിര മിസ് വന്നപ്പോ കുറച്ച് ഫസ്റ്റ് ഡേ ക്ലാസ് കുറച്ച് സ്പീഡായിട്ട് തോന്നി. പിന്നെ എല്ലാ മിസ്സും സ്പീഡ് ആവുന്നത് കൊണ്ട് എല്ലാത്തിലും ഇപ്പം അഡ്ജസ്റ്റഡ് ആണ്, അല്ലേ ഗൈസ്? അതെ, എല്ലാവരും സ്പീഡ് ആണെന്നാണോ പറയണേ? അല്ല മാം, അല്ല, എല്ലാവരും എല്ലാം ഫസ്റ്റ് ക്ലാസ് ആതിര മാമിന്റെ ഇത്തിരി സ്പീഡ് ഉണ്ടായിരുന്നു. പിന്നീടുള്ളതൊക്കെ ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടാണ് എല്ലാരും. ക്ലിയർ ആയിട്ട് മനസ്സിലാവണൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾ ഇനി ആരോട് പറഞ്ഞതല്ലേ, എന്നോട് തന്നെ പറഞ്ഞു, ഞാനാ കറക്റ്റ് ചെയ്യില്ല. മാം കറക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം, എന്റെ അഭിപ്രായം കേട്ടോ. എനിക്ക് സ്പീഡ് ആണെന്നുണ്ടെങ്കിലും കറക്റ്റ് ആയിട്ട് മാമും അതുപോലെ തന്നെ അശ്വതി മിസ്സും ട്രീസ മിസ് ഒക്കെ കുറച്ച് സ്പീഡ് ആണെങ്കിൽ കൂടി അവര് ക്ലിയർ കട്ടായിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഓക്കെയാണ്. പിന്നെ ആതിര മിസ്സിന്റെ ക്ലാസ് 1-2 ക്ലാസ് ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. ഇനിയിപ്പോ അതിന്റെ അഭിപ്രായം പറയാനായിട്ടില്ല. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സുകളിൽ ഈ ആരെങ്കിലും സ്പീഡ് കൂടുന്നവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തേക്കാം, ഒന്ന് ഇച്ചിരി കൂടി പതുക്കെ എടുക്കാനായിട്ട്. അത് ചിലപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുന്ന ഫ്ലോയില് ചില ആളുകളുടെ എന്താ പറയാ സംസാരം ഭയങ്കര സ്പീഡായിരിക്കും. അത് അങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ അങ്ങോട്ട് കയറി വരുമില്ലേ, ഒരു ആവേശം അങ്ങോട്ട് ഭയങ്കര സ്പീഡായി പോകുന്നതായിരിക്കാം. അത് ചില ആളുകളുടെ എന്താ പറയാ സ്ലാങ്ങും അതിന് ഒരു ഫാക്ടറാണ്. ചില ആളുകളുടെ സ്റ്റൈൽ ഓഫ് സ്പീക്കിംഗ് അതൊരു ഫാക്ടറാണ്.
ചില ആളുകൾ ഭയങ്കര ക്യാമാൻഡ് ക്വൈറ്റ് ആയിട്ട് ഭയങ്കര പതുക്കെ നിർത്തിയൊക്കെ പറയും. പക്ഷെ അന്നേരം നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലാഗ് അടിക്കുന്ന പോലെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഓരോരുടെ നേച്ചറാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മളെ ഒന്ന് ഇൻഫോം ചെയ്യുക. അങ്ങനെ സ്പീഡ് ഭയങ്കരമായിട്ട് ഓടിച്ചിട്ട് ഒറ്റ പോകാതെ പോയിട്ട് എന്താ പറയാ ആരോ വിട്ട പോലെ പോകാതെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യാം. അപ്പൊ നമ്മൾ വിചാരിക്കുമോ നിങ്ങളെല്ലാം ക്യാച്ച് ചെയ്യുന്നുണ്ട്, പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. കാരണം നിങ്ങളുടെ ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ, നമ്മളെല്ലാവരും ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ റിയാക്ഷൻസ് നമുക്ക് മനസ്സിലാകുന്നില്ല. ചില ആളുകളൊക്കെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഹാൻഡ് റേസ് ചെയ്യുന്ന ആ ഒരു കാര്യം ഇവിടെ പറയാറുണ്ട്. അപ്പൊ അവരുടെ ഇങ്ങനെ ഒരു കമന്റ് പോലെ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് അപ്പൊ നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ എല്ലാവർക്കും ഒരുപോലെയാണെന്ന് ചിലപ്പോൾ ടീച്ചേഴ്സ് ഗൗനിച്ചേക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ലാസ്റ്റ് സമയത്ത് എന്ത് ചെയ്യാ, അതെ ഇപ്പൊ കണ്ടോ ജസ്ന, നിയാസ്, രജനി ആൻഡ് 8 more hands raised എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പൊ അവര് കാര്യങ്ങൾ മനസ്സിലാകുന്നത് കൊണ്ടായിരിക്കും ആ റിയാക്ഷൻ എന്നാണ് നമ്മളത് മേക്ക് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ചിലപ്പോ ഇത്തിരി അത് പറഞ്ഞപ്പോ ഇച്ചിരി കൂടിപ്പോയി, അല്ലെങ്കിൽ അത് പറഞ്ഞപ്പോ എനിക്ക് അതങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ലാസ്റ്റ് ആ സമയത്തൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ഓക്കെ മാം. ഓക്കെ, യെസ്. സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഇനി ചോദിക്കട്ടെ, നമ്മൾ എവിടെയൊക്കെയാണോ പറഞ്ഞു നിർത്തത്? ലാസ്റ്റ് ക്ലാസ് എവിടെയാ നമ്മൾ പറഞ്ഞു നിർത്തിയത് പറയാമോ? ഡെർമറ്റോളജി വരെ പറഞ്ഞു. പറഞ്ഞില്ല? ഡെർമറ്റോളജി വരെ പറഞ്ഞു. ഡെർമറ്റോളജി പറഞ്ഞു തീർത്തോ? അതെ. യെസ് മാം. ഓക്കെ, മ്യൂട്ട് ചെയ്തോളാം. അപ്പൊ തന്നെ നിങ്ങൾ ആൻസർ തന്നിട്ട് അപ്പൊ തന്നെ മ്യൂട്ട് ചെയ്തേക്കാം കേട്ടാ. That means you have to make sure that all devices are muted. എല്ലാവരും മ്യൂട്ട് ചെയ്തു എന്ന് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തുക. അവനവന്റെ ഡിവൈസ് കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ. ഞാൻ ഇവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്താൽ എല്ലാവരും മ്യൂട്ടായി പോകും. നമ്മളത് ആഗ്രഹിക്കുന്നില്ല നിങ്ങളെല്ലാവരും മ്യൂട്ടാക്കാൻ. സഡൻലി എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് പോകാം, അതായത് ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം ഇതുപോലെ പെട്ടെന്ന് ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു കുട്ടി എന്താ പറയാ, ഐ തിങ്ക് 5th ബാച്ചിലായിരുന്നു. ഇതുപോലെ ഭയങ്കര മഴയൊക്കെയുള്ള ദിവസമായിരുന്നു. അപ്പൊ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ആ കുട്ടി പെട്ടെന്ന് പാനിക്കായി. പെട്ടെന്ന് അത് അൺമ്യൂട്ട് ചെയ്തിട്ട് മിസ്സേ എനിക്കിപ്പോ പറയാൻ പറ്റുമോന്ന് അറിയില്ല എന്ന് പറയാൻ ഭയങ്കര ടെൻഷനായിട്ട് കുറെ ഇങ്ങനെ ഒച്ചയ്ക്ക് ഉണ്ടാക്കി പറയായിരുന്നു. അപ്പൊ എന്താന്ന് പെട്ടെന്ന് പറയും, എന്താ കാര്യം എന്ന് പറഞ്ഞപ്പോഴാണ് ഭയങ്കര കാറ്റ് വന്നിട്ട് അവരുടെ വീടിന്റെ മുകളിലേക്കൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ വന്ന് വീഴുന്നു. കൊച്ചുകുട്ടിയുണ്ട്, 2 വയസ്സായുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അവര് പേടിച്ചു പോയി. ആ കുട്ടി പേടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല മിസ്സേ എനിക്ക്. അപ്പൊ ഞങ്ങളെല്ലാവരും മീൻസ് ഞാൻ ഉൾപ്പെടെ എന്റെ മുമ്പിലിരുന്ന സ്റ്റുഡൻസ് എല്ലാവരും വേഗം തന്നെ മെസ്സേജുകളൊക്കെ ഇങ്ങനെ വിട്ടു. പെട്ടെന്ന് തന്നെ സേഫ് ആയ സ്ഥലത്തേക്ക് മാറുന്നു ഞാനും അവരും പറഞ്ഞു കൊടുത്തു. അപ്പൊ അങ്ങനെയൊക്കെ മനുഷ്യന്മാരാണല്ലോ നമ്മൾ. ഇപ്പൊ ചിലപ്പോ ഒറ്റയ്ക്കായിരിക്കും വീട്ടിലിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യം. അതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, എല്ലാവരും അങ്ങനെ വരൂന്നല്ല. അപ്പൊ ഇൻ കേസ് അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനൊരു മറുപടി കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഇപ്പൊ പറഞ്ഞതുപോലെയൊക്കെ കൊടുക്കാനും നമുക്ക് പറ്റുമല്ലോ. തന്നെ ആളോട് വേഗം തന്നെ ഡിവൈസ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ വേഗം അടുത്തുള്ള ഒരു വീട്ടിലേക്ക് പെട്ടെന്ന് മാറാനായിട്ട്, അവിടെ മാത്രമേ ഉള്ളായിരുന്നു, അവിടെ വേറെ ആരുമില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുത്തു. ആള് പെട്ടെന്ന് അവിടുന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് അടുത്തുള്ള വീട്ടിലേക്ക് വേഗം തന്നെ ഷിഫ്റ്റ് ചെയ്ത് മാറി. എന്നിട്ട് അവിടെ നിന്നിട്ട് വീണ്ടും ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തു, സേഫ് ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ മനുഷ്യരുടെ അവസ്ഥയാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല നെക്സ്റ്റ് മൊമെന്റിൽ എന്ത് സംഭവിക്കുന്നൊന്നും. അപ്പൊ ഡിവൈസ് ഓഫ് കൺട്രോൾ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾ എന്നെ ഒന്ന് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞു നിർത്തിയത് ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. നീനു, വാട്ട് ഈസ് ദ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് മെന്റ് ഫോർ? നീനു പറയാമോ? നീനു ഇല്ല? നമ്മുടെ സ്കിന്നിൽ വരുന്ന ഡിസീസസ് മെയിൻ ആയിട്ട് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് ഓഫ് ദ സ്കിൻ, ഹെയർ ആൻഡ് നെയിൽസ്. ഹെയർ, സ്കിൻ, നെയിൽസ്, ഓക്കെ, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസിനെ എന്താ പറയാ ഡയഗ്നോസിസ് ചെയ്ത് അതിന്റെ രോഗമൊക്കെ നിവാരണം ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ള സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമറ്റോളജി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ അതിനകത്ത് പലതരത്തിലുള്ള ഡിസോർഡേഴ്സ് ഓഫ് അവർ സ്കിൻ, ഹെയർ, വെളിയൽ ഡിസീസസ് അല്ലെ, മീൻസ് നമ്മളുടെ ലൈംഗികപരമായിട്ടുള്ള രോഗങ്ങളൊക്കെ, സെക്ഷൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന ചില ഇൻഫെക്ഷൻസ്, മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് അതിനുള്ള സൊല്യൂഷൻസ് കിട്ടാൻ സാധ്യതയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് ഓൾസോ ദ മാനേജ്മെന്റ് ഓഫ് സം
വെറൈറ്റി ഓഫ് പ്രോബ്ലംസ്. ഇനി ചില ഒത്തിരി വേറെ കുറെ പ്രോബ്ലംസിനൊക്കെ ഉള്ള സൊല്യൂഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. മാനേജ് ചെയ്യാൻ പറ്റുന്നത് ആക്നെ, മുഖക്കുരു, സ്കാർസ്, പാടുകള്, പിഗ്മെന്റേഷൻ, അല്ലെ, കരുവാളിപ്പ്, വെച്ചിലേഖം, പാണ്ഡുരോഗം, ഹെയർ ലോസ്, ഹെയർ ഫോള്, പിന്നെ അൺവാണ്ടഡ് ഹെയർ, മോൾസ്, മറുകക്കീല്, പിന്നെ എന്താ പറയാ വാട്സ്, അരിപ്പാറ, റിംഗ്ലിംഗ്, ചുളിവ് വീഴുന്നത്, ഏജിങ് സ്കിന്ന്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഏജ് ഒക്കെ കുറച്ച് കാണിക്കുന്ന രീതിയിൽ നമുക്ക് ഇന്ന് ഒത്തിരി ട്രീറ്റ്മെന്റുകളൊക്കെ ഈ വിഭാഗത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ആഫ്റ്റർ എ പർട്ടിക്കുലർ ഏജ് നമ്മുടെ സ്കിന്നൊക്കെ മാറും, സ്കിൻ ടോൺ ഒക്കെ മാറും, അല്ലെ, അതിൽ ചിലപ്പോൾ ചുളിവുകൾ വരാം, അല്ലെ, കളർ ചേഞ്ചുകൾ വരാം, ഒത്തിരി. അപ്പൊ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അതൊക്കെ റിക്കവർ ചെയ്തെടുക്കാൻ, അതിനെയൊക്കെ പ്രീവിയസ് സ്റ്റേജസിലേക്ക് കൊണ്ടുവരാൻ ഇന്ന് ഒരുപാട് എന്താ പറയാ ഫെസിലിറ്റീസ് ഈ പറയുന്ന വിഭാഗത്തിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് കേൾക്കുക. അപ്പൊ നമുക്ക് ഡെർമറ്റോളജി എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള വിഭാഗമാണ്. അപ്പൊ എല്ലാവർക്കും ഉറപ്പാണല്ലോ നമ്മൾ ഇവിടെ വരെയാണ് നിർത്തിയേക്കണേന്ന്. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ക്ലിയർ ആണോ? Okay, so now let's move to the next department. അപ്പൊ നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റ് എന്താന്ന് നോക്കാം. ഡെർമറ്റോളജി കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് നമുക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ടുള്ള ഈ ഡെർമറ്റോളജിയിലൊക്കെ നമ്മൾ അധികം ഒന്നും നമുക്ക് കോമൺ ആയിട്ട് ഒരു വരുന്ന അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഇതൊക്കെ ചിലപ്പോഴൊക്കെ വരുന്നതാണ്. നമുക്ക് മിക്കവാറും സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട ചില അസുഖങ്ങൾക്കൊക്കെ ഡെർമറ്റോളജിയിലൊക്കെ നമ്മൾ പോകാറുണ്ട്, അല്ലെ, ചൊറിച്ചില്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറെ മുഖക്കുരുവൊക്കെ വന്നിട്ട് കൊച്ചു പിള്ളേർക്ക് അതൊക്കെ പാടുകളായിട്ടേ അതൊക്കെ ഇങ്ങനെ പൊട്ടിക്കുകയും അത് ചെയ്യുമ്പോൾ അതിന്റെ പാടൊക്കെ മാറാതെ ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഡെർമറ്റോളജിയിൽ പോയിട്ട് കറുത്തിരിക്കുന്നു, കറുത്ത പാട്, അപ്പൊ നമുക്ക് ഇഷ്ടമല്ല. അപ്പൊ അതൊക്കെ മായ്ച്ചു കളയാൻ പറ്റിയ എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ ഉണ്ടോ എന്നൊക്കെ അറിയാൻ നമ്മൾ ഇത്തരം ഡിപ്പാർട്ട്മെന്റുകളിൽ പോകുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇല്ലാലോ? എന്തോ സൗണ്ട് കേട്ടപ്പോൾ തോന്നി. ഡിസ്റ്റർബൻസ് ഇല്ലല്ലോ സൗണ്ടില്? ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷെ നമ്മൾ ഇനി പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് മിക്കവാറും നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ പോകേണ്ടി വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെ, ENT, ഇയർ നോസ് ത്രോട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്. ദാറ്റ് മീൻസ് ഹിയർ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, അവിടെ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഹിയർ ദ എയിൽമെന്റ്സ് വിച്ച് ഇസ് കൺസേൺഡ് വിത്ത് അവർ ഇയർ നോസ് ത്രോട്ട്, നമ്മളുടെ ചെവി, മൂക്ക്, തൊണ്ട എന്നുമായി ബന്ധപ്പെട്ട എല്ലാ എയിൽമെന്റ് മീൻസ് ട്രീറ്റ്മെന്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഇയർ നോസ് ത്രോട്ട് എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്താ പറയാ ട്രെയിൻഡ് ഡോക്ടേഴ്സ് ആണ്, ഇവര് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്. അതായത് ഈ ഇയറും നോസും ത്രോട്ടുമായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച് എടുത്ത ഡോക്ടേഴ്സ് ആയിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുക. ആൻഡ് ഓൾസോ സർജിക്കൽ ട്രീറ്റ്മെന്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചെവിയിലൊക്കെ ചെവി ഓപ്പറേഷൻ ചെയ്യുക, ചിലപ്പോൾ ഹിയറിംഗ് എന്താ പറയാ ഡിസോർഡേഴ്സ് ഉള്ളവർക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ചെവിക്കകത്തൊക്കെ ഉണ്ടെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്ത് പണ്ടൊക്കെ ഉണ്ടായിരുന്നു ചെവിയൊക്കെ ഇങ്ങനെ ചെവിക്കകത്തൊക്കെ ചിലപ്പോൾ ചില ലിക്വിഡ് പുറത്തേക്ക് വരിക, അതൊക്കെ ചെറിയ കുട്ടികൾക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും അങ്ങനെ കേൾക്കുന്ന ഒരു അസുഖമല്ല. പണ്ടൊക്കെ കൊച്ചുകുട്ടികളിലൊക്കെ ചെവിന്ന് ഒരു ലിക്വിഡ് ഇങ്ങനെ പുറത്തേക്ക് വരിക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ചില പ്രശ്നങ്ങളാകാം, പ്രോബ്ലംസ് ആകാം. അപ്പൊ അതൊക്കെ ക്യൂർ ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ സർജറീസ് വരെയൊക്കെ നടക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഹിയർ ദ സർജിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സർജറീസ് ആർ സ്പെഷ്യലി അത് കൈകാര്യം ഹാൻഡിൽ ചെയ്യുന്നത് സ്പെഷ്യലിസ്റ്റ് ആണ്, സർജറി നടത്തുന്ന സർജൻ സ്പെഷ്യലിസ്റ്റ് ആണ്. ആൻഡ് ഹു ഈസ് കോൾഡ് ഓട്ടോലറിംഗോളജിസ്റ്റ്. അവരെ വിളിക്കുന്ന പേരാണ് ENT സർജറി നടത്തുന്ന എന്താ പറയാ സ്പെഷ്യലിസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഓട്ടോലറിംഗോളജിസ്റ്റ് എന്നാണ് വിളിക്കുക. അപ്പൊ അവരായിരിക്കും ഈ സർജറീസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി നമ്മളുടെ ഈ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ചെവി, മൂക്ക്, ത്രോട്ട് എന്നൊക്കെ പറഞ്ഞു. ഈ നേസൽ പാസേജ് മീൻസ് നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസമൊക്കെ എടുക്കുമ്പോൾ അത് പാസ് ചെയ്ത് നമ്മുടെ എവിടെ വരെ എത്തണമെന്ന് അറിയാം, ഹാർട്ട് വരെ എത്തണമല്ലോ. നമ്മൾ ഓക്സിജൻ എടുക്കുന്ന ഹാർട്ടിലേക്ക് എത്തണം. അപ്പൊ അതിന് ഇൻഹേൽ ചെയ്യുന്നതിന് അത് കടന്നു പോകുന്നതിന് ഒരു പാസേജ് ഒക്കെ ഉണ്ടായിരിക്കും. ആ പാസേജ് അതിനെയാണ് നമ്മൾ നേസൽ പാസേജ് എന്ന് വിളിക്കുക. അവിടെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഇഷ്യൂസ്. പിന്നെ നമ്മുടെ വോയിസ് ബോക്സ്, ദാറ്റ് ഈസ് സയൻസസ് ലാരിങ്സ് എന്ന് പറയുന്ന നമ്മുടെ വോയിസ് ബോക്സ്. നമ്മളിപ്പോ വായൊക്കെ തുറന്ന സൗണ്ട് പുറത്തേക്ക് വരില്ല, വാ മാത്രം വെറുതെ അടക്കിയത് കൊണ്ട് സൗണ്ട് പുറത്തേക്ക് വരില്ല, അല്ലെ. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, അത് വോയിസ് ബോക്സ് ആണ്. അതിനെയാണ് നമ്മൾ സയൻസസ് ലാരിങ്സ് എന്നും വിളിക്കും. അവിടെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും വോയിസ് ഡിസോർഡേഴ്സ് ഒക്കെ വരുന്നത് കൊണ്ട് വോയിസ് ബോക്സിന് കംപ്ലൈന്റ് വരുന്നതാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് ഈ തൈറോയിഡ് ഒക്കെ ഭയങ്കര ഹൈ ആയിരിക്കുന്നവർക്ക്, ലോ ആയിരിക്കുന്നവർക്ക് വലിയ പ്രശ്നമില്ല. തൈറോയിഡ് ഒക്കെ കൂടുമ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് വോയിസ് ബോക്സുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് അതിങ്ങനെ റിമൂവ് ചെയ്തോ അതിങ്ങനെ ഓപ്പറേറ്റ് ചെയ്തൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്ത് കഴിയുമ്പോൾ വോയിസ്
പിന്നെ വീണ്ടും മാറി വരാനൊക്കെ സാധ്യതയുണ്ട്. വോയിസിന് ചിലപ്പോൾ വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, വോയിസ് ബോക്സിൽ ഉണ്ടാകുന്ന കംപ്ലൈന്റ്സ്, പിന്നെ ഓറൽ ക്യാവിറ്റി, നമ്മുടെ ഈ പല്ലുകൾക്ക് ഉണ്ടാകുന്ന കോഡ്, മൗത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങള്, ത്രോട്ട്, അതായത് ഈ കഴുത്തിന്റെ മീതെ വരുന്ന മിക്ക ഭാഗങ്ങൾക്കുള്ള ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് ഇവിടെ. അങ്ങനെ പിന്നെ നെക്കും ഫേസും അങ്ങനെ അതിന്റെയൊക്കെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന വ്യതിയാനം. ചിലപ്പോഴൊക്കെ ഈ എന്താ പറയാ, ചില കുട്ടികൾക്ക് എന്താ പറയാ ബൈ ബർത്ത് തന്നെ പെടലിയൊക്കെ കുറച്ച് ഒരു വശത്തേക്കായിരിക്കാം, അപ്പൊ സ്ട്രക്ചർ മാറിയിരിക്കാം അല്ലെ. നമ്മള് എല്ലാവരും നമുക്കറിയാം ബൈ ബർത്ത് നമ്മളെല്ലാവരും ഫിസിക്കൽ കണ്ടീഷനൊക്കെ എല്ലാം ഓക്കെ ആണോ എന്ന് നമ്മൾ നോക്കും അല്ലെ, കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ. ചിലതിനെയൊക്കെ ചെറുതിലെ തന്നെ നമുക്കതൊക്കെ എന്ത് ചെയ്യാം, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള തെറാപ്പീസ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അവർ പറയുന്ന രീതിയിലുള്ള എക്സസൈസുകൾ കൊടുത്തിട്ടോ ചെയ്യിപ്പിച്ചിട്ടോ ഒക്കെ നമുക്കതൊക്കെ റിമൂവ് മാറ്റാൻ പറ്റും അല്ലെ. അപ്പൊ അത്തരം ട്രീറ്റ്മെന്റുകളൊക്കെ നമുക്ക് തരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ENT അല്ലെങ്കിൽ ഇയർ നോസ് ത്രോട്ട് ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ഓൾസോ ഇത് വെറൈറ്റി ഓഫ് ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഇപ്പൊ ചെവിക്ക്, മൂക്കിന്, അതുപോലെ നെയ്സൽ പാസേജിന്, നെക്ക്, ത്രോട്ട് അല്ലെങ്കിൽ ഫേസിൽ ഉണ്ടാകുന്ന സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഫേസില് ഇതുപോലെ കണ്ണ് എവിടെ ഇരിക്കണം, മൂക്കിന്റെ ഘടന എങ്ങനെയായിരിക്കണം, വാ എങ്ങനെയായിരിക്കണം, ഇതിനൊക്കെ ഒരു പൊസിഷൻസ് പോലെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇഫ് ദർ ഇസ് എനി ഡീവിയേഷൻ ഇൻ ദ സ്ട്രക്ചർ, ഈ സ്ട്രക്ചറിൽ ഈ ഘടനയിൽ എന്തെങ്കിലും വ്യതിയാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ ENT ഡിപ്പാർട്ട്മെന്റിൽ സോൾവ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. കൂടാതെ മറ്റനേകം എന്താ പറയാ ട്രീറ്റ്മെന്റുകളും ഈ ഒരു ഇത് വഴി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ജനറൽ ആയിട്ടുള്ള ഇയർ നോസ് ത്രോട്ട് ഡിസീസസ്, സാധാരണ ചെവിക്കുണ്ടാകുന്ന ചെവി വേദനയോ ചെവി ചൊറിച്ചിലോ മൂക്ക് ചൊറിച്ചിലോ ദശ വളരലോ പിന്നെ എന്താ തോട്ട് ഇൻഫെക്ഷൻസ്, ഇത് സൗണ്ട് അടയുക, പിന്നെന്താണ് തൊണ്ട വേദന, തൊണ്ട ചൊറിച്ചില്, ഒത്തിരി അത് കോമൺ ആയിട്ടുണ്ടാകുന്ന അത്തരം ഡിസീസസ് ഇവിടെ ക്യൂർ ചെയ്യപ്പെടും. പിന്നെന്താ നെക്ക് ലംസ് എന്ന് കേട്ടിട്ടുണ്ടോ? നെക്ക് ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളുടെ ഈ ഇവിടുത്തെ കഴുത്തിലുണ്ടാകുന്ന ഒരു ലിംഫിന് ഒരു അധിക വളർച്ച, എൻലാർജ്മെന്റ്, ഒരു അബ്നോർമൽ ഗ്രോത്ത് പോലെ ഇങ്ങനെ വലുതാക്കി നിൽക്കുക, തടിച്ചിരിക്കുക, അങ്ങനെയൊക്കെ. അത് ചിലപ്പോൾ മേ ബി സാധാ കോമൺ ആയിട്ടുണ്ടാകുന്ന എന്തെങ്കിലും പ്രോബ്ലം ഇൻഫെക്ഷൻസ് കൊണ്ട് ഉണ്ടായതായിരിക്കാം. സം മേ ബി ക്യാൻസേഴ്സ്, ചിലതൊക്കെ ക്യാൻസേഴ്സിലേക്കും ആകാം. അപ്പൊ അത്തരം തൊണ്ടയിൽ ഉണ്ടാകുന്ന ക്യാൻസേഴ്സും ഇവിടെ ട്രീറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞു തന്നെ. ഓക്കെ, തൊണ്ടയിലൊക്കെ ചിലപ്പോഴൊക്കെ അത്തരം ഈ നെക്ക് ലിംഫ് വളർന്നതുകൊണ്ട്, എൻലാർജ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ അത് വലിയ ഹാർംഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല, വലിയ അപകടകാരിയാവില്ല. ചിലത് ഇതുപോലെയുള്ള എൻലാർജ്മെന്റ്, അബ്നോർമൽ ഗ്രോത്തുകൾ, ചിലത് മേ ബി ഗോയിങ് ടു ക്യാൻസർ സ്റ്റേജ്, അതായത് ക്യാൻസറസ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ടാകാം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്ത് അത് റിമൂവ് ചെയ്ത് അത് എന്താ പറയുക സർജിക്കൽ ട്രീറ്റ്മെന്റുകളിലൊക്കെ മാറ്റി ഒക്കെ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റുകളും ഈ പറയുന്ന ENT വിഭാഗത്തിലുണ്ട്. ദെൻ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹെഡ്, നെക്ക് ഏരിയയിൽ ഉണ്ടാകുന്ന ക്യാൻസേഴ്സ്, ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ, നെക്കിലും മാത്രം, കഴുത്തിൽ മാത്രമല്ല ഈ കഴുത്തിന്റെ എവിടെ ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസേഴ്സും തലയിൽ ഉണ്ടാകുന്ന ക്യാൻസേഴ്സും ഒക്കെ ഇവിടെ ട്രീറ്റ് ചെയ്യും. അത് ഡബിൾ ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു പ്രാവശ്യമേ ഉള്ളൂ, വീണ്ടും 1 പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്താണ്. ഒരെണ്ണം കൂടെ വെട്ടിക്കളഞ്ഞാൽ മതി. 2 പ്രാവശ്യം കിടത്തതുകൊണ്ട് ഞങ്ങൾക്ക് ശല്യമില്ല, അവിടെ ഇരുന്നോട്ടേന്നാണെങ്കിലും കുഴപ്പമില്ല കേട്ടാ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ അത് 2 വശത്ത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം. പിന്നെ എന്താ ടിയർ ഡക്ട് പ്രോബ്ലംസ് ആണ് പിന്നെ ക്ലിയർ ചെയ്യുന്ന മറ്റൊരു ഡിസീസ്. അപ്പൊ നമ്മൾ എന്താണ് ഈ ടിയർ ഡക്ട്? ടിയർ ഡക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണില്ലേ, കണ്ണിനൊരു എന്താ പറയാ ഒരു റിയാക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ കണ്ണ് എന്തെങ്കിലും കണ്ണിൽ പൊടി പോവുക, നമ്മുടെ ഉള്ളി അരിയുക, സങ്കടം വരിക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ കണ്ണ് റിയാക്ട് ചെയ്യും. എങ്ങനെ റിയാക്ട് ചെയ്യും? കണ്ണുനീര് വരും അല്ലെ, ടിയർ വരും, കണ്ണുനീര് ഇങ്ങനെ ഫുള്ളിയായിട്ട് വരും. ബട്ട് സം പീപ്പിൾ, ചില ആളുകളിൽ എത്ര കണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ കണ്ണിലേക്ക് എഫക്ട് ചെയ്താലും ദേ കനോട്ട് ടിയേഴ്സ് എന്ത് ചെയ്യില്ല, അവർക്ക് ഫ്ലോ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കണ്ണുനീര് വരില്ല എന്ന്. അത് ചില പ്രശ്നങ്ങളാണ്. ഈ ടിയർ ഡക്റ്റില്, അതായത് നമ്മുടെ കണ്ണുനീര് വരേണ്ട ഒരു ചെറിയൊരു സുഷിരം പോലത്തെ സാധനമുണ്ട്. ആ സുഷിരത്തിൽ കൂടി കണ്ണുനീര് ഇങ്ങനെ പുറത്തേക്ക്. പക്ഷെ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ചില സാധനങ്ങൾ അടിഞ്ഞുകൂടിയതുകൊണ്ടോ അതിങ്ങനെ പുറത്തേക്ക് വരാത്തതാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ഭാഗത്തെ ക്ലിയർ ചെയ്ത് ആ ഒരു തടസ്സം എന്താണോ, ഒബ്സ്റ്റക്കിൾ എന്താണോ അത് മാറ്റി അതിൽ നിന്ന് കണ്ണുനീര് ഫ്ലോ ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയാ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന രീതിയെയാണ് നമ്മൾ ടിയർ ഡക്റ്റ് എന്ന് വിളിക്കുക. അപ്പൊ ടിയർ ഡക്റ്റ് പ്രോബ്ലം മാറ്റി കഴിഞ്ഞാൽ എന്താ കണ്ണുനീര് വന്നോളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ഒരു എന്തെങ്കിലും സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള വാട്ടർ ഒരു ചെറിയ നോബ് പോലത്തെ ഒരു സാധനത്തില് നിറച്ചിട്ട് അത് ഫ്ലഷ് ചെയ്തിട്ടാണ്. നമ്മൾ സാധാരണ ചില പൈപ്പിനകത്തൊക്കെ സ്റ്റക്കായി നിന്ന് എന്തെങ്കിലും നമ്മളിപ്പോ കിച്ചണിലൊക്കെ വാഷ് ബേസിൻസിൽ കൂടി പോകുന്ന പൈപ്പ് ഉണ്ടാവില്ല, വേസ്റ്റ് ഒക്കെ പോകുന്നത്,
അതിനകത്തൊക്കെ എന്തെങ്കിലും തടസ്സം വന്നാൽ സാധാരണ എന്താ ചെയ്യുക, അത് ക്ലീൻ ചെയ്തതിനു ശേഷം അതിൽ കൂടി നമ്മൾ ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യും, ഫോഴ്സ് ചെയ്ത് വെള്ളം പമ്പ് ചെയ്യും. അപ്പൊ അവിടെ ഉണ്ടാകുന്ന എന്ത് തടസ്സത്തെയും നമുക്ക് ആ ഫോഴ്സ് കൊണ്ട് തന്നെ ആ തടസ്സം നീക്കാനും ഒക്കെ എന്താ പറയാ പറ്റുമല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും ചിലപ്പോൾ എന്തെങ്കിലും തടസ്സമായിരിക്കാം, അത്തരം തടസ്സങ്ങൾ റിമൂവ് ചെയ്ത് ടിയർ ഫ്ലോ ചെയ്യാനുള്ള ഒരു മാർഗം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ടിയർ ഡക്റ്റ് പ്രോബ്ലംസ്. ഹിയർ ഇറ്റ് ഈസ് ട്രീറ്റഡ് ഇൻ ദിസ് ENT. ENT-യിലാണ് അത്തരം ഒരു ട്രീറ്റ്മെന്റ് നൽകപ്പെടുന്നത്. പിന്നെന്താ, ബാലൻസിങ് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സ്. നമുക്ക് ചെവി കേൾക്കാൻ പറ്റാത്ത അസ്വസ്ഥതകൾ, ചെവി കേൾക്കില്ല ചിലർക്ക്, കുട്ടികളായിരിക്കുമ്പോൾ തുടങ്ങി ചില കുട്ടികൾക്ക് നമ്മൾ സൗണ്ട് ഒക്കെ ടെസ്റ്റ് ചെയ്യുമല്ലോ. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ഒരു ഇച്ചിരി കഴിയുമ്പോൾ തന്നെ നമ്മൾ അവരെ സൗണ്ട് ടെസ്റ്റ് ചെയ്യും, അവരുടെ വിഷൻ ടെസ്റ്റ് ചെയ്യും. എങ്ങോട്ടാ നോക്കണേ, കുട്ടി മാറിയാണോ ഡിറക്ഷൻ, അല്ലെങ്കിൽ ഇവിടെ സൗണ്ട് കേൾക്കണ്ടോ കുട്ടി എന്ന് വെച്ച് നമ്മളിങ്ങനെ എന്തെങ്കിലും വെച്ച് കുട്ടിയോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്തോ ഒക്കെ നമ്മൾ അവരെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ആ സൗണ്ട് കേൾക്കുന്ന ദിശയിലേക്ക് കുട്ടി നോക്കുന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഹിയർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ പല ആളുകളും പല ടെസ്റ്റുകളൊക്കെ നടക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ചെറുതിലേ തുടങ്ങിയോ അല്ലെങ്കിൽ പ്രായം കുറച്ചുകൂടി ചെന്ന് കഴിയുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ, വയസ്സായിട്ടുള്ള ഡിസോർഡർ അല്ല കേട്ടോ, ഹിയറിംഗ് ഡിസോർഡർ പ്രായം ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകും. അതൊന്നും ഒരു പരിധി വരെ മിക്കനോട് ക്യൂർ ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ ചിലതൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്താ പറയാ ക്യൂർ ചെയ്യുന്ന സ്ഥലമാണ് ENT. പിന്നെ ബാലൻസിങ് ഡിസോർഡേഴ്സും ഉണ്ട് കേട്ടോ. ഹിയർ ബാലൻസ് അല്ല, ഇയർ ബാലൻസ് പോവുക എന്ന് വെച്ചാൽ അത് പോകുന്നതുകൊണ്ട് ഇത് ഒരു കോമൺ അസുഖമായിട്ട് മാറിയിട്ടുണ്ട്. ഒത്തിരി ആളുകൾ, കുട്ടികളിൽ വരെ ഈ ഒരു അസുഖം കാണുന്നുണ്ട്, ഇയർ ബാലൻസ് പോകുക എന്നുള്ളത്. അതായത് ബാലൻസ് തെറ്റുന്ന അതിന്റെ അകത്തുള്ള ഒരു ഫ്ലൂയിഡില് ഷേക്ക് വന്നിട്ട് അത് വരുമ്പോ ആളുകൾക്ക് ഈ തലയ്ക്കൊക്കെ മത്ത് പിടിച്ചതുപോലെയും അല്ലെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസിയും ഒക്കെ വരുന്ന ഒരു രോഗം. ബാലൻസ് അസുഖം കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും, കേൾക്കാത്തവരൊന്നും ഉണ്ടാവില്ലല്ലോ. ഇയർ ബാലൻസ് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, കുട്ടികളിൽ വരെ ഉണ്ട്. ഇവിടെയൊക്കെ ഈ നാട്ടിലൊക്കെ ഉണ്ട്, നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ അല്ലെ? ഓക്കെ ഉണ്ട്. ഓക്കെ, ദെൻ സ്നോറിങ് മറ്റൊരു വലിയ ശല്യം തന്നെയാണ്. എന്താ അത്? കൂർക്കം വലിയാണ് അല്ലെ? കൂർക്കം വലി. അത് വലിക്കുന്ന ആളുകൾക്ക് ചിലപ്പോ ശല്യം ഉണ്ടാവില്ല, കാരണം അവർ അറിയുന്നില്ലല്ലോ. അടുത്ത് കിടക്കുന്ന ആളുകൾക്ക് ആ കൂർക്കമ്പലി കൊണ്ട് ഉണ്ടാകുന്ന ശല്യം ഉണ്ടാകാം. ചില ആളുകൾ അത് മാറ്റാനായിട്ട്, ചില ആളുകൾ എന്താ പറയാ ശ്രദ്ധിക്കൊന്നുമില്ല. പിന്നെ കൂർക്കമ്പലി നമുക്ക് അത് കിട്ടിപ്പോയി, അത് മാറ്റേണ്ട അസുഖമാണെന്ന് ആർക്കെങ്കിലും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ പോയാൽ മതി. അതിനെന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസ് ഉണ്ടാകുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ENT അലർജി പ്രോബ്ലംസ്, ഇയർ, നോസ്, ത്രോട്ട്, ഇവിടെയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അലർജി ഫീൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിനും ഇവിടെയാണ് നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടുക. ENT അലർജി പ്രോബ്ലംസ്. പിന്നെ സലൈവറി ഗ്ലാൻഡ് ഡിസീസസ്. സലൈവ ഡൈജഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് വഹിക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ ഉമിനീര് അല്ലെ? അപ്പൊ അതിനുണ്ടാകുന്ന ഇഷ്യൂസ്, ചിലർക്ക് ഈ ഉമിനീര് വരാതിരിക്കോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പ്രോബ്ലംസ്. സലൈവറി ഉണ്ടാകുന്ന സലൈവ എന്താ പറയാ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഗ്ലാൻഡിന് ഏതെങ്കിലും തരത്തിലുള്ള ഡിസീസ് അഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ENT ഡിപ്പാർട്ട്മെന്റിലാണ് ക്യൂർ ചെയ്യുന്നത്. ദെൻ വോയിസ് ഡിസോർഡേഴ്സ്, ശബ്ദത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനം. ചില കുട്ടികളിൽ, നമുക്ക് ആൺകുട്ടികളിലൊക്കെ ഒരു പറയാൻ കഴിഞ്ഞ് കഴിയുമ്പോൾ സൗണ്ട് ഒക്കെ മാറി വരും. പക്ഷെ ചിലർക്ക് ആ സൗണ്ട് മാറി വരാതിരിക്കുന്ന അവസ്ഥയുണ്ട്. കൊച്ചുങ്ങളുടെ പോലത്തെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ പോലത്തെ സൗണ്ട്, അങ്ങനെയൊക്കെ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റുകളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയതൊന്നുമല്ല, ഒരുപാട് വെറൈറ്റീസ് ഓഫ് ട്രീറ്റ്മെന്റുകളാണ്. ENT എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ചെവിക്കുണ്ടാകുന്ന വേദന, മൂക്ക് അലർജി അല്ലെങ്കിൽ തൊണ്ടവേദന, ഇതിനൊക്കെ വേണ്ടി മാത്രമാണ് ENT ഡിപ്പാർട്ട്മെന്റ്. സോ ഇന്നു മുതൽ നമ്മൾ അറിഞ്ഞിരിക്കുക, വൈഡ് വെറൈറ്റി ഓഫ് ട്രീറ്റ്മെന്റ് ആർ പ്രൊവൈഡഡ് ഇൻ ENT ഡിപ്പാർട്ട്മെന്റ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്കറിയില്ലാത്തവർക്കും വേണമെങ്കിൽ നമുക്ക് പറയാം, അത് കാണിക്കാനാണെങ്കിലൊന്നും ENT പോയാൽ മതി. ഓക്കെ, ഇന്നതുമായിട്ട് ഉമിനീര് അത് തന്നെയാണ് സലൈവ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ വിചാരിച്ചു അറിയാമെന്ന് വിചാരിച്ചാൽ അതിന്റെ മലയാളം പ്രൊനൗൺസ് ചെയ്യാന്. ഓക്കെ, ഉമിനീര് അതാണ് സലൈവറി ഗ്ലാൻഡ്സ്. ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾക്ക് ഉണ്ടാകുന്ന അപാകതകള്, ഡിസീസസ്, രോഗം. നമ്മുടെ ശരീരത്തിലെ ഏതൊക്കെ പാർട്സ് ഉണ്ടോ അതിനൊക്കെ പലതരത്തിലുള്ള ഡിസീസസ് ബാധിക്കും. ഏത് ഭാഗത്തിനും, ഇന്നർ ഓർഗൻസ് ആയിക്കോട്ടെ, നമ്മുടെ ഫിസിക്കൽ പാർട്ട് ആയിക്കോട്ടെ, ഏതിനും പലതരത്തിലുള്ള അസുഖങ്ങൾ ഇന്നുണ്ട്. ഇന്ന് കോമൺ ആണ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് എന്തെങ്കിലുമൊക്കെ വെള്ളപ്പോഴും വരുന്ന വല്ല അസുഖങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് ഡിസീസസ് കൊണ്ട് കുട്ടികളൊക്കെ സ്കൂളുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ക്ലാസ്സിലൊക്കെ സ്ട്രെങ്ത് കുറവാണ്. കാരണം എന്താ, കുട്ടികൾക്ക് പകുതിയിലധികം പേർക്ക് വയ്യ.
ചെറിയ എന്താ പറയാ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചസ് കൊണ്ട് തന്നെ ഒത്തിരി വെറൈറ്റീസ് ഓഫ് അസുഖങ്ങളാണ് ഓരോ ദിവസം. ഛർദി, വയറുവേദന, പനി, ചുമ, ജലദോഷം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ പറയുന്ന ഡിസോർഡേഴ്സ് ഒക്കെ നോക്കി വെച്ചേക്കാം. ഈ പറയുന്ന ഡിസോർഡേഴ്സ് എപ്പോഴെങ്കിലും നമുക്കുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കോ അറിയില്ലാത്തവർക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഷെയർ ചെയ്യാൻ നല്ലതല്ലേ. ENT-യിൽ ഇത്രയും ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. മനസ്സിലായോ? ENT-യിൽ കൊടുക്കുന്ന ആ ഡിപ്പാർട്ട്മെന്റ് എന്തുമായി ബന്ധപ്പെട്ടതാ, അവിടെ എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടാ. എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ അവിടെ കൊടുക്കുന്നത്, ഏതൊക്കെ ഭാഗവുമായി, ശരീരത്തിന് ഏതൊക്കെ ഭാഗവുമായി റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾക്കാണ് നമുക്ക് ഇവിടെ അത് സ്പീച്ച് തെറാപ്പി ഒക്കെ വേറെ, അത് സംസാര ശേഷി ഒക്കെ അത് കുട്ടികളിൽ ഉണ്ടാകുന്നത്. അത് തെറാപ്പീസിലൂടെയാണ് മാറ്റാം. ടിയർ ഡക്റ്റ് പ്രോബ്ലം പറയാം. അപ്പൊ ഇല്ലേ, അത് സ്പീച്ച് തെറാപ്പിയാണ്. അതൊരു തരം തെറാപ്പിയല്ല. ചില കുട്ടികൾ ഇത്ര പ്രായമായിട്ടും സംസാരിക്കാതെ, അത് ENT-യുടെ മാത്രം. ENT-യുടെ ഒക്കെ ചിലപ്പോൾ കാണിക്കും കുട്ടി സംസാരിക്കുന്നില്ല എന്നുള്ളതൊക്കെ പറയാം. പക്ഷെ അത് കുറെ തെറാപ്പീസിലൂടെയാണ് കൂടുതലും അതിന്റെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നത്. അതിന് സോൾവ് ചെയ്യുന്ന തെറാപ്പീസ് ആണ്. കുട്ടികളെ നിങ്ങൾ എവിടെയെങ്കിലും, ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ വീഡിയോ, കുട്ടികളെ സംസാരിക്കാൻ പഠിപ്പിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഡിവൈസ് ഉപയോഗിക്കുക. വാ തുറക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വായിലേക്ക് വെക്കുന്ന എന്തെങ്കിലും ഒരു ഉപകരണം വെക്കുക. എന്നിട്ട് അത് അടക്കണമെങ്കിൽ അവർക്ക് അത് കാണിച്ചു കൊടുക്കുന്ന രീതികൾ. എന്ന് പറയുന്നത് ഇപ്പൊ അമ്മ എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിലേ ആർക്ക് വേണ്ടി നമുക്ക് വി ഹാവ് ടു ഓപ്പൺ അവർ മൗത്ത് വൈഡ്ലി അല്ലെ. നമുക്ക് വാ ശരിക്കും തുറക്കണം. എന്ന് പറയുമ്പോ നമുക്ക് ലിപ്സ് തമ്മിൽ എന്ത് ചെയ്യണം, കൂട്ടിമുട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക. അത് കുറെ ആക്ടിവിറ്റീസും അങ്ങനെയൊക്കെയാണ് ചെയ്യിപ്പിക്കുക. ഐ തിങ്ക് സോ, അങ്ങനെയാണെന്ന് തോന്നുന്നു. നമ്മളത് നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല അങ്ങനത്തെ കാര്യങ്ങള്. സോ അതിനെ കുറിച്ച് ഞാൻ വൈഡായിട്ട് പറയുന്നത്, അത് തെറാപ്പീസിലൂടെ ട്രീറ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ്. ENT-യിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ചിലപ്പോൾ സംസാരിക്കാതെ ആകുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ ഇത്രയും 2 വയസ്സ് കഴിഞ്ഞു, 2.5 വയസ്സ് കഴിഞ്ഞു, ഒരു അക്ഷരം പോലും ചിലപ്പോൾ സംസാരിക്കുന്നില്ല. അത് എപ്പോഴും സംസാരിക്കുന്നത് പല പല കാരണങ്ങൾ കൊണ്ടാവൂട്ടാ. ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഈ കേൾവിക്കുറവിന്റെ അസുഖം ഉണ്ടെങ്കിൽ കുട്ടികൾ സംസാരിക്കില്ല. കാരണം എങ്ങനെയാ കുട്ടികൾ സംസാരിക്കാം, നമ്മളെങ്ങനെ കുട്ടികൾ സംസാരിക്കുന്നു മനസ്സിലാക്കണേ നിങ്ങൾ. അവര് വളർന്നു വരുന്ന സിറ്റുവേഷൻസില്, ചുറ്റുപാടില് അവിടുത്തെ ആളുകള്, അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്ന കാര്യങ്ങളാണ് അവർ പറയുന്നത്. സോ ദേ ഹാവ് ടു ഹിയർ സംതിങ് ടു സ്പീക്ക്. അപ്പൊ അവർക്ക് എന്ത് വേണം, കേൾക്കണ്ടേ, കേൾക്കാനല്ലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അവര് ചിലപ്പോൾ കേൾക്കാത്തത് കൊണ്ടായിരിക്കാം. അപ്പൊ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് തുടങ്ങിയൊക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ENT-യിലൊക്കെ പോയിട്ട് അപ്പൊ അവര് നോക്കി പറയാം, ഈ കുട്ടി പലതും കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് കുട്ടി സ്പീക്ക് ചെയ്യാത്തെ എന്നൊക്കെ. അപ്പൊ അവിടെ പോയിട്ട് അപ്പൊ അവരതിനോട് പറയും, കേൾവിക്കുള്ള ആദ്യം എന്തെങ്കിലും ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുക. അതിനുശേഷം അവരെ സ്പീക്ക് ചെയ്യാനുള്ള തെറാപ്പീസിലൂടെ അത് മാറ്റിയെടുക്കാം. അതൊക്കെയാണ്. പിന്നെ കുട്ടികളെ മടിയിലെടുത്തിട്ട് അമ്മമാര് ചെറുതിലെ തുടങ്ങി അമ്മ, അച്ഛനൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാ അവർ പഠിക്കുന്നത്, അല്ലെങ്കിൽ സംസാരിക്കാൻ തുടങ്ങുന്നത്. അതൊക്കെ ചെയ്യുന്നില്ലെങ്കിൽ അവര് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും അവർ നമ്മുടെ മുഖത്ത് നോക്കി തന്നെ നോക്കി കാണാൻ അവര് അത് പറയാൻ പോലും അല്ലെങ്കിൽ ചെയ്യാൻ പോലും അതിന് തുനിയുന്നില്ല എങ്കിൽ അപ്പൊ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഓക്കെ, ടിയർ ഡക്റ്റ് പ്രോബ്ലം ഒന്നും കൂടി പറയാം. ഇത് കണ്ണുനീര് വരുമല്ലോ, നമ്മൾ ഉള്ളി എരിയുക, കരയുക. ചില ആളുകളൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ, ഇത്തരം ആക്ടിവിറ്റീസ്, അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ കണ്ണ് റിയാക്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്, കണ്ണുനീര് പുറപ്പെടുവിച്ചിട്ടാ. പക്ഷെ ചില ആളുകളിൽ റെയർ കേസസ് ആണ്, എനിക്കറിയില്ല അത്, എന്നാലും അങ്ങനെ ഒരു പ്രശ്നമുള്ളവരും ഉണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാനും. കണ്ണുനീര് എത്ര കണ്ണുനീര് പുറത്തേക്ക് വരില്ല. ഇപ്പൊ ഈ കുട്ടികളൊക്കെ കുറെ മൊബൈൽ ഫോണുകളിൽ അഡിക്റ്റഡ് ആണ്. ഇത് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ റേസ് മുഴുവൻ നമ്മുടെ കണ്ണുകളിലേക്ക് പോകുകയാണ്. അപ്പൊ ഇതിന്റെ എന്താ പറയാ, വെയിൻസിനൊക്കെ, കണ്ണിന്റെ അടുത്തേക്ക് പോകുന്ന വെയിനുകളിൽ നിന്നൊക്കെ ഒത്തിരി കംപ്ലൈന്റ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴും കണ്ണുനീരൊക്കെ വരാതിരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ അപ്പൊ ഇങ്ങനെ വരാതിരിക്കുമ്പോൾ അത് ഈ കണ്ണുനീര് പുറത്തേക്ക് വരേണ്ട ആ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം, എന്തെങ്കിലും ഒരു ഒബ്സ്റ്റാക്കിൾ ഉള്ളത് കൊണ്ടായിരിക്കാം. അത് റിമൂവ് ചെയ്യുക, ആ തടസ്സം മാറ്റുക. ഇപ്പൊ ഒരു പൈപ്പാന്ന് വിചാരിക്കുക, ഈ പൈപ്പിന്റെ ഉള്ളിൽ കൂടി ഇവിടെ തടസ്സം വന്നിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ഇവിടെ എന്തെങ്കിലും വന്ന് അടിഞ്ഞു കൂടിയിരിക്കുന്നു. സോ ദാറ്റ് ഇവിടെ നിന്ന് പുറത്തേക്ക് വരേണ്ട ഒരു സാധനം പുറത്തേക്ക് വരുന്നില്ല. ഓക്കെ, അപ്പൊ എക്സസ് ആയിട്ട് വരുന്നോ? എക്സസ് ആയിട്ട് വരുന്നതല്ല, ഡക്റ്റ് പ്രോബ്ലം ആണ് ഉദ്ദേശിക്കുന്നത്. കൂടുതലായിട്ട് വരുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അല്ല മാം, ചിലർക്ക് കണ്ണെപ്പോഴും ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കില്ലേ? അത് വേറെ എന്തെങ്കിലും ഐ പ്രോബ്ലം ആയിരിക്കും. അത് വേറെ ടിയർ ഡക്റ്റ് പ്രോബ്ലം അല്ല. അത് കണ്ണില് കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ ആ എന്താ പറയാ, കണ്ണുനീര് ഉത്പാദിപ്പിക്കുന്ന ഇത് ഇച്ചിരി കൂടുതലുള്ളതായിരിക്കാം. ഇത് ഉത്പാദിപ്പിക്കപ്പെടാഞ്ഞിട്ടല്ല, ഇത് ഇങ്ങനെ വന്നിട്ട് ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നതാ. അപ്പൊ ആ ബ്ലോക്ക് മാറ്റി കൊടുക്കാൻ തന്നെ, ബ്ലോക്ക്
വേർഡാണ് ഞാൻ ബ്ലോക്ക് മാറ്റി കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ നോബ് പോലത്തെ ഒരു ഇൻസ്ട്രുമെന്റ്, അതിൽ സ്റ്റെറിലൈസ് ചെയ്ത ഒരു മെഡിസിൻ എന്തെങ്കിലുമൊക്കെ ഇട്ട ഒരു ഫ്ലൂയിഡ്, അതായത് ഒരു ലിക്വിഡ് അതിനകത്തേക്ക് ഇട്ടിട്ട് അത് പുഷ് ചെയ്യും. അത് പുഷ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു എന്താ പറയാ തടസ്സം ബ്ലോക്ക് മാറ്റി കണ്ണുനീര് പുറത്തേക്ക് വരാനുള്ള സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അതിനെയാണ് ടിയർ ഡക്ട് പ്രോബ്ലംസ് ഒക്കെ ക്യൂർ ചെയ്യും ENT എന്ന് പറയാൻ കാരണം. ഗോട്ട് ഇറ്റ്? കിട്ടിയോ? ഓക്കെ. അടുത്തത് നമുക്ക് നോക്കാം എൻഡോക്രൈനോളജി. അടുത്തത് കൂടി എടുത്തിട്ട് എനിക്ക് നോട്ട് തരാനുണ്ട്. എന്താണെന്ന് അത് എഴുതി തരാം. ടിയർ ഡക്ട് പ്രോബ്ലം എന്താണെന്ന് ഞാൻ എഴുതി തരാട്ടാ. അപ്പൊ ഇതുകൂടെ ഒന്ന് എടുത്തേക്കട്ടെ, അല്ലെങ്കിൽ ആകെ ഒരെണ്ണം എടുത്തൊന്നും ആവുള്ളൂ. ഡെർമറ്റോളജി വരെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് റിവൈൻഡ് ചെയ്ത് നമ്മൾ പോയതുകൊണ്ടും കുറച്ച് സൊല്യൂഷൻസ് തന്നതുകൊണ്ടാണ് സമയം പോയത്. അടുത്തത് എന്താണ്? എൻഡോക്രൈനോളജി, വിച്ച് റിലേറ്റ്സ് ടു ദ ട്രീറ്റ്മെന്റ് ഓഫ് അവർ എൻഡോക്രൈൻ സിസ്റ്റം. നമ്മുടെ അന്തസ്രാവി വ്യവസ്ഥ. അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഈ അന്തസ്രാവി വ്യവസ്ഥയിൽ പെടുക? എൻഡോക്രൈൻ സിസ്റ്റത്തിൽ അതിനെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് എൻഡോക്രൈനോളജി. സോ വാട്ട് ആർ ദ ഓർഗൻസ് ഇൻക്ലൂഡഡ് ഇൻ അവർ എൻഡോക്രൈൻ സിസ്റ്റം? അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഏതൊക്കെ ഓർഗൻസ് ആണ് ഇതിനകത്ത് പെട്ടേക്കുന്നത്? അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റത്തില് പെട്ടിരിക്കുന്ന സാധനങ്ങളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പേരുകൾ ഓർത്തിരിക്കാം. പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, പൈനിയൽ, ഹൈപ്പോതലാമസ്, അഡ്രീനാലിൻ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് ആൻഡ് ദ ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. ഓക്കെ, ഇതൊക്കെയാണ് എൻഡോക്രൈൻ സിസ്റ്റം. ഇതെല്ലാം കൂടി ചേരുന്ന കളക്റ്റീവ് നെയിമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എൻഡോസ്രാവി വ്യവസ്ഥ, എൻഡോക്രൈൻ സിസ്റ്റം. ഏതൊക്കെയാണ് ആ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ പെട്ടിരിക്കുന്ന സാധനങ്ങളുടെ പേരൊന്ന് ഓർത്തിരുന്നാൽ മതി. അതായിരിക്കും ഒക്കെ ക്വസ്റ്റ്യൻസിൽ ഉണ്ടാകുക. പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, പൈനിയൽ ഗ്ലാൻഡ്സ്, ഹൈപ്പോതലാമസ്, അഡ്രീനാലിൻ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് ആൻഡ് ദ ഓവറീസ് ആൻഡ് ടെസ്റ്റിസ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെയാണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. പാൻക്രിയാസും ഇതൊക്കെ നമ്മുടെ ശരീരത്തില് ഓരോ കാര്യങ്ങൾക്ക് ഓരോ ഫങ്ഷൻസ് നടക്കാൻ വേണ്ടി ആവശ്യമുള്ള ഓർഗൻസ് ആണ്. ഓരോന്നിനും പ്രത്യേകം ഫങ്ഷൻസ് ഉണ്ട്. ഓരോന്നും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നൊക്കെ ഉണ്ട് അതിന്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണെന്ന് ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്കതൊന്ന് തീർക്കാം. എന്തൊക്കെയാണ് അപ്പൊ ഓവറീസ് ആൻഡ് ടെസ്റ്റിസ് ഒക്കെ അറിയാലോ അല്ലെ? പുരുഷനും സ്ത്രീക്കുമുള്ള ലൈംഗിക അവയവങ്ങളൊക്കെയാണ് ഇതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഈ പറയുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പൈനിയൽ ഗ്ലാൻഡ്, പാൻക്രിയാസിന്, പാരാതൈറോയിഡ്, തൈറോയിഡ്, ഇവിടെയൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഏത് പ്രശ്നങ്ങളും എന്ത് രോഗങ്ങളും ഇതൊക്കെ ബന്ധപ്പെട്ടുണ്ടെങ്കിലും ഇതൊക്കെ നമുക്ക് എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് ക്യൂർ ചെയ്യുന്നത്, ഹീൽ ചെയ്യുന്നത്. ഇനി ഇതിന് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി എന്താ പറയാ വിഭാഗം കൂടിയുണ്ട്. ഹോർമോൺസ് ആൻഡ് ഹോർമോൺ റിലേറ്റഡ് ഗ്ലാൻഡ്സ്. അതിനെ കുറിച്ച് കൂടി പഠനങ്ങൾ നടത്തുന്നുണ്ട് എൻഡോക്രൈനോളജിയിൽ. ഇത് നമ്മുടെ ശരീരത്തിലും അതുപോലെ തന്നെ ഒരുപാട് ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ്ഡ് അല്ലെ? ഒരുപാട് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ലേ? അതുപോലെ തന്നെ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്ലാൻഡുകളുണ്ട്, ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളും ഉണ്ട്. അപ്പൊ അതിനും ഒക്കെ ഉള്ള ഒരു വൈഡ് റേഞ്ച് ഓഫ് സ്റ്റഡിയും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നുണ്ട്. ഇനി ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ്, ഈ എൻഡോക്രൈനോളജി മറ്റ് ചില ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കണക്റ്റഡ് ആണ്, റിലേറ്റഡ് ആണ്. അത് പ്രധാനമായിട്ട് ഏതാന്ന് നോക്കിയാൽ ഒഫ്താൽമോളജി, റേഡിയേഷൻ ഓങ്കോളജി, സർജറി, ഒബ്സ്റ്റട്രിക്സ്, അതായത് നമ്മുടെ പ്രസവാനന്തര സർജറികളൊക്കെ ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടുള്ളത്, അതുമായി ബന്ധപ്പെട്ടത്. പിന്നെ പല അവയവങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ, കാരണം ഈ ഗ്രന്ഥി ഉണ്ടല്ലോ, ഗ്ലാൻഡുകൾ ഉള്ളത് കൊണ്ടാണ് അതിനകത്ത് ഈ ഗ്ലാൻഡുകൾ പലതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ ഈ ഗ്ലാൻഡുകളൊക്കെ ഈ ഗ്ലാൻഡുകൾ വെച്ച് കണക്ട് ചെയ്തിട്ടാണ് ഈ പറയുന്ന എന്താ പറയാ എൻഡോക്രൈൻ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾക്കൊക്കെ ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഒഫ്താൽമോളജി, കണ്ണ് അല്ലെ, കണ്ണിന്റെ പല ഗ്രന്ഥികള്, അപ്പൊ ഇതൊക്കെ ഇതിനകത്ത് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഒരു കണക്ഷൻ എൻഡോക്രൈനോളജി സിസ്റ്റം അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനുണ്ട്. മാത്രമല്ല ഒത്തിരി നേരത്തെ നമ്മൾ ENT പറഞ്ഞതുപോലെ തന്നെ മൾട്ടി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥി, മലയാളത്തിലെ ഗ്രന്ഥി എന്നാ പറയാ. എന്താ പറയാ നമ്മളുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്നൊന്നും കേട്ടില്ലേ നമ്മള്? പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിറ്റ്യൂട്ടറി ഓർ പീയൂഷ് ഗ്ലാൻഡ് അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്നൊക്കെയാണ് അതിന് പറയാ കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ക്ലോസ്ലി റിലേറ്റഡ് ടു ഒഫ്താൽമോളജി, റേഡിയേഷൻ ഓങ്കോളജിയോടൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ഇനി മാത്രമല്ല ഇവിടെ മറ്റ് പല ട്രീറ്റ്മെന്റുകളും ഈ പറയുന്ന എന്താ പറയാ ഓരോ പേഴ്സൺസിന്റെ മെഡിക്കൽ പ്രോബ്ലം അനുസരിച്ച് ഇവർക്ക് വേണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ സമീപിക്കാം, അപ്രോച്ച് ചെയ്യാം. ഏതൊക്കെയാണ്? ഡയബറ്റീസ്, ഷുഗർ അല്ലെ? ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ന്യൂട്രീഷന്റെ അളവ് കുറയോ
കൂടുകയൊക്കെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഓസ്റ്റിയോപോറോസിസ്, എന്താണത്? ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന കാൽഷ്യം ഡിസോർഡേഴ്സ്, അതായത് ഈ ബലം ക്ഷയം വരില്ലേ നമ്മുടെ എല്ലിനൊക്കെ, അസ്ഥിക്ഷയമൊക്കെ വരില്ലേ, അതായത് അസ്ഥിക്ഷയമൊക്കെ വരുമ്പോ അതുമായി ബന്ധപ്പെട്ട് അതിനെയാണ് നമ്മൾ ഓസ്റ്റിയോപൊറോസിസ് എന്ന് വിളിക്കുക. കാൽഷ്യത്തിന്റെ ഡിസോർഡർ കൊണ്ടുണ്ടാകുന്ന അസുഖമാണ് എന്ത്? അസ്ഥിക്ഷയം എന്ന് പറയുന്നത്. അത് പിന്നെ പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രീനൽ ഡിസീസസ് ഉണ്ട്. അതെന്ന് പറയുന്നത് എന്താ? നമ്മളുടെ ഈ സെക്ഷൽ ഹോർമോൺസിൽ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് ആണ്. അതാണ് നമ്മുടെ ലൈംഗികപരമായിട്ടുള്ള ഹോർമോൺ ഡിസോർഡേഴ്സ്. റിപ്രൊഡക്ഷന്റെ സമയത്തൊക്കെ ഈ ഹോർമോണുകളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ട് പല അപാകതകളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പൊ അത്തരം ഡിസീസസ് ഒക്കെ നമുക്ക് ക്യൂർ ചെയ്യുന്ന സ്ഥലം തൈറോയിഡ് ഡിസോർഡേഴ്സ്. തൈറോയ്ഡ് കൂടുക കുറയുക അതൊക്കെ ആവശ്യത്തിന് മതി. നോർമൽ ഒരു റേഞ്ച് ഉണ്ട്. അതിനേക്കാൾ അബവ് പോയി കഴിഞ്ഞാൽ തൈറോയ്ഡ് കൂടി എന്ന് പറയും, താഴെ പോയി കഴിഞ്ഞാൽ തൈറോയ്ഡ് കുറഞ്ഞു എന്ന് പറയും. ഹൈപ്പോ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഡിസോർഡേഴ്സ്. പിന്നെ ട്രാൻസ്ജെൻഡർ, ഒരു ജെൻഡറിൽ നിന്ന് മറ്റു ജെൻഡറിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ചില ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ടല്ലോ. അതുപോലെ ഇന്റർസെക്സ് മെഡിസിൻസ്, പല സെക്സസുമായിട്ട് ഉണ്ടാകുന്ന മെഡിസിൻസ്, ഒരു സെക്സിൽ മറ്റൊരു സെക്സിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന മെഡിസിൻസ് കൊടുക്കുന്നത്, അതൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻസ്, ഏതെങ്കിലും അവയവങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടി വരും. ചിലപ്പോൾ ഈ പറയുന്ന പോലെ ജെൻഡർ മാറുമ്പോൾ തന്നെ ചില അവയവങ്ങളുടെ ട്രാൻസ്പ്ലാന്റേഷൻസ് ഒക്കെ ഉണ്ടാകും. അത്തരം കാര്യങ്ങളൊക്കെ എൻഡോക്രൈനോളജിയിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ക്യൂർ ചെയ്യുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കും, അതായത് ഡയബറ്റീസ്, ന്യൂട്രീഷൻ പ്രോബ്ലംസ്, ഓസ്റ്റിയോപോറോസിസ്, കാൽഷ്യം ഡിസോർഡേഴ്സ്, അതുകൊണ്ടുണ്ടാകുന്ന ബോൺ ഡിസോർഡേഴ്സ്, പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രീനൽ ഡിസോർഡേഴ്സ്, തൈറോയിഡ് ഡിസോർഡർ, ട്രാൻസ്ജെൻഡർ, ഇന്റർസെക്സ് മെഡിസിൻസ് ആൻഡ് ഓൾസോ ട്രാൻസ്പ്ലാന്റേഷൻസ്, ഇതിനൊക്കെ ഉള്ള ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലായിരിക്കും പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ ഏതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആണ്? ENT-യിൽ നമ്മൾ ഒരു വൈഡ് റേഞ്ച് പറഞ്ഞു, അതുപോലെ എൻഡോക്രൈനോളജിയിൽ പറഞ്ഞു. അപ്പൊ ചിലപ്പോൾ നിങ്ങളോട് മിക്സ് ചെയ്ത് ചോദിക്കും, ഇതിനകത്ത് താഴെ പറയുന്നതിൽ ENT-യിൽ പെടാത്തത് ഏതാ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ ഇതിനകത്തുനിന്നുള്ള എൻഡോക്രൈനോളജിയിലെ ചിലപ്പോ ഏതെങ്കിലും ഒരു രോഗം അവിടെ വന്ന് കയറി കിടക്കും. അപ്പൊ നമ്മളത് മനസ്സിലാക്കണം. സോ ദാറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അതിനകത്ത് വരുന്ന ഈ സാധനങ്ങളുടെ പേര് അതാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതുള്ളൂ. ഓക്കെ, അല്ലാതെ അത്രയും കൂടുതൽ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെന്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും വരുന്ന ട്രീറ്റ്മെന്റുകൾ എന്തിനു വേണ്ടിയിട്ടുള്ളതൊക്കെയുണ്ട് എന്നറിഞ്ഞിരിക്കുക. ഏത് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത് എന്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖമാണ് ഇതറിയാം. എൻഡോക്രൈനോളജി എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞല്ലോ, എൻഡോക്രൈൻ സിസ്റ്റം. അപ്പൊ നമ്മൾ ചോദിക്കും, വിച്ച് ആർ ദ ഓർഗൻസ് ഇൻക്ലൂഡഡ് ഇൻ എൻഡോക്രൈൻ സിസ്റ്റം, അല്ലെങ്കിൽ വാട്ട് മേക്സ് ദ എൻഡോക്രൈൻ സിസ്റ്റം? എൻഡോക്രൈൻ സിസ്റ്റം ഉണ്ടാക്കുന്നത് ഏതൊക്കെയാ? പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, പൈനിയൽ, ഹൈപ്പോതലാമസ്, അഡ്രീനൽ, ഇതൊക്കെ. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ ഈ പറയുന്ന പാൻക്രിയാസ് ഒക്കെ ഞാനൊന്ന് കുഞ്ഞു കുഞ്ഞു സെന്റൻസ് ആയിട്ട് എഴുതാം. അതിലൊക്കെ നമ്മുടെ ശരീരത്തിൽ എന്ത് ഫംഗ്ഷനാണ് ചെയ്യുന്നതെന്ന് ചിലതിന്റെ മാത്രം അത് ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയും നിങ്ങൾക്കത് പഠിക്കാൻ വേണ്ടിയും. ഓക്കെ, അത് ഞാൻ എഴുതി തരാം. പൈനിയൽ എന്തിനാണ്? പൈനിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ദിവസം ദിനചര്യ പോലെ ഡേ ടു ഡേ നമ്മൾ കുറെ ആക്ടിവിറ്റീസ് ചെയ്യില്ല. കാലത്ത് എഴുന്നേൽക്കും, കാലത്ത് എഴുന്നേറ്റ് ഇങ്ങനെ ബെഡിൽ തന്നെ കിടക്കുമല്ലോ, എഴുന്നേറ്റ് ഇങ്ങനെ പോരണം വേണ്ടേ? ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു ബ്രഷ് അവർ ടീത്ത്. നമ്മൾ എന്ത് ചെയ്യും? ബ്രഷ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പൊ ഓരോ ദിവസവും നമ്മളിങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഫങ്ഷൻ ചെയ്ത് നമ്മൾ ഓരോ പ്രവർത്തിയും എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ ബ്രെയിൻ വാണ്ട്സ് ടു മേക്ക് അസ് ഡു ദാറ്റ് പർട്ടിക്കുലർ തിങ്. നമ്മളുടെ ബ്രെയിൻ പ്രവർത്തിപ്പിക്കുന്നതാണ്, നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നതാണ്, അല്ലേ? ബ്രെയിൻ പ്രവർത്തിക്കാത്ത ആളുകളും ഉണ്ട്, അല്ലെ? ചില ആളുകൾക്ക് അങ്ങനെ ബ്രെയിൻ കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല. സോ ദാറ്റ് അവരെന്ത് ചെയ്യില്ല, ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെത്താൻ ചെയ്യില്ല, സെൽഫായിട്ട് ചെയ്യില്ല. സോ ദാറ്റ് ദേ മസ്റ്റ് ഹാവ് സം സപ്പോർട്ട് ഓർ ഹെൽപ്പ് ഫ്രം അതർ പീപ്പിൾ. അവർക്ക് മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരും. അപ്പൊ നമ്മളുടെ ബ്രെയിൻ നന്നായി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കണമെന്നും എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത് ചെയ്യണമെന്നും ഓരോ ആക്ടിവിറ്റീസും അത് അടുക്കും ചിട്ടയായിട്ട് നമ്മൾ ചെയ്തു പോകുന്നത്. പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ ഒക്കെ വർക്ക് ചെയ്യാണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏതായി? വേറെ സ്റ്റേജ്. നമ്മളുടെ ആകെ നമ്മൾ എന്താകും? ബ്ലാങ്ക് ആയ പോലെ എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് വാട്ട് ടു ഡു, ക്വസ്റ്റ്യൻ മാർക്ക് പോലെ അവിടെ നിൽക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓക്കെ, നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ പറയുന്ന എന്താ പറയാ നമ്മളുടെ പൈനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ഹൈപ്പോതലാമസ് എന്താണെന്ന് അറിയാമോ? നമ്മുടെ പാർട്ട് ഓഫ് എ ബ്രെയിൻ ആണ്. നമ്മുടെ ബ്രെയിനിന് 5 ഭാഗങ്ങളുണ്ട്, അതിലൊരു ഭാഗമാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഹൈപ്പോതലാമസ് എന്താ ചെയ്യാം?
ഹൈപ്പോതലാമസ് നമ്മളുടെ ഹങ്കർ, വിശപ്പ്, പിന്നെ എന്താ പറയാ നമ്മുടെ ബോഡിയിലെ വാട്ടർ ലെവല്, പിന്നെ നമ്മുടെ എന്താ പറയാ നമ്മുടെ ടെമ്പറേച്ചർ, ബോഡിക്ക് ഒരു മീഡിയം ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ആവറേജ് ടെമ്പറേച്ചർ, അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതാണ്. നമുക്ക് വിശപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ഹൈപ്പോതലാമസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അതാണ് വിശക്കുന്നു നിനക്ക് എന്ന് പറയുന്നത് ഈ ഹൈപ്പോതലാമസ്. ബ്രെയിനിൽ തന്നെ 5 പാർട്സ് ഉണ്ട്, അതിൽ ഓരോ പാർട്ടിനും അതിൻ്റെതായ ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെ എടുത്തു പറഞ്ഞത് ഹൈപ്പോതലാമസ് ആയതുകൊണ്ട് മാത്രം ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞുള്ളൂ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഓരോ ബ്രെയിനിലെ ഈ ഓരോ പാർട്ടുകളും അതുപോലെ ശരീരത്തിന്റെ പല ഓർഗൻസും നമ്മുടെ പല ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ വന്നാൽ, എന്തെങ്കിലും രോഗങ്ങൾ ബാധിച്ചാൽ അതത് പല സിംറ്റംസ് ആയിട്ട് പുറത്തേക്ക് കാണിക്കും. സോ ദാറ്റ് ഇത്തരം ട്രീറ്റ്മെന്റുകൾക്ക് നമുക്ക് എവിടെ പോയാൽ മതി? എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയാൽ മതി. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് നോട്ട് ചെയ്താൽ പെട്ടെന്നായിക്കോട്ടെ, അല്ലെങ്കിൽ സമയം പോകും. ഐ തിങ്ക് 21 ആയി. ഓക്കെ, സോ വെൽ ഡൺ. നമ്മൾ നോട്ട് ചെയ്താൽ ആദ്യം തന്നെ വേഗം ഇരിക്കോ. ഇയർ നോസ് ത്രോട്ട് ENT എന്ന് എഴുതാം. അതിന്റെ താഴെ ടിയർ ഡക്റ്റ് പ്രോബ്ലം എന്ന് എഴുതാം. ടിയർ ഡക്റ്റ്, ടിയർ ഡക്റ്റ് പ്രോബ്ലം. ENTന്റെ താഴെ ടിയർ ഡക്റ്റ്. ആ ENT എന്ന് എഴുതാൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാം കൂടി കലർന്ന് കിടക്കണ്ട. അപ്പൊ ENTയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ആ ടിയർ ഡക്റ്റ് പ്രോബ്ലം. അതിനകത്ത് വന്ന ഒരു രോഗമാണ്, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിട്ട് താഴെ എഴുതാൻ പറയാം. ഒരു എഴുതാം പ്രോബിംഗ് യൂസിങ്, പ്രോബിംഗ് അതായത് ആ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ഇങ്ങനെ തടസ്സത്തെ ഇല്ലാതാക്കുക. പ്രോബിംഗ് യൂസിങ് എ thin metal, THIN, thin metal instrument, thin metal instruments passes, PASSES, passes through the tear duct. ടിയർ ഡക്റ്റ് ഇത് കണ്ണുനീര് വരുന്ന ആ ഒരു ദ്വാരം, സുഷിരം, ആ ഒരു ഓപ്പണിംഗ്, അതിനെയാണ് വിളിക്കുക. ത്രൂ ദ ടിയർ ഡക്റ്റ് ടു ഓപ്പൺ OPEN, ഓപ്പൺ ദ ബ്ലോക്കേജ്, തടസ്സം, ബ്ലോക്ക്, ഓപ്പൺ ദ ബ്ലോക്കേജ് by flushing, FLUSHING, by flushing sterile water, sterile, STERILE, sterile water to make the pathway clear, to make the pathway, കണ്ണുനീര് വരുന്ന വഴിയില്ലേ, വഴി, അതിനെയാണ് പാത്വേ എന്ന് പറയുന്നത്. പാത്വേ ക്ലിയർ ആക്കി കൊടുക്കാൻ, ആ വഴി കൂടി നിങ്ങൾ കണ്ണുനീര് ഒഴിച്ചു പോന്നോട്ടെ, അതിനുവേണ്ടി. നെക്സ്റ്റ് വൺ, അവിടെ വേറെ ഒന്നുമില്ല. അത് മാത്രമേ നമുക്ക് അറിയില്ലാത്ത, നമ്മൾ കേൾക്കാത്തതായിട്ടുള്ള ഒരു അസുഖം പോലെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എൻഡോക്രൈനോളജി. നെക്സ്റ്റ് വൺ, എക്സ്ട്രാ തരുന്ന നോട്ട് മാത്രം നിങ്ങൾ വായിച്ചാൽ മതി. ഇത് വായിക്കരുതെന്നല്ല കേട്ടോ, ഇത് പഠിക്കണം. കൂടാതെ നമ്മൾ ഇവിടുന്ന് എക്സ്ട്രാ എന്തെങ്കിലും ചില വേർഡ്സ് എക്സ്പ്ലെയിൻ ചെയ്തെന്നുണ്ടെങ്കിൽ അതുകൂടി പഠിക്കണം. അതല്ലാതെ ഇനി അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ വേറെ അന്വേഷിച്ച് പോകണ്ട. എൻഡോക്രൈനോളജി, അതിനകത്ത് എഴുതാം. എൻഡോക്രൈൻ സിസ്റ്റം പറഞ്ഞല്ലോ, അതിനകത്ത് പട്ടേക്കടത്താണ് പാൻക്രിയാസ്, തൈറോയ്ഡ്, പാരാതൈറോയ്ഡ് ഒക്കെ. അതില് 2 വേർഡ്സ് ചെയ്ത പൈനിയൽ, PINEAL, pineal gland. Hyphenated data controls our day-to-day activities. Controls our day-to-day activities. Controls our day-to-day activities. അതാണ് പൈനിയൽ ഗ്ലാൻഡിന്റെ പ്രത്യേകത. ഇനി വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതാണ് ഏറ്റവും സ്മോളസ്റ്റ് ഗ്ലാൻഡ്. ഒരു വേണമെങ്കിൽ ഒരു ഹൈഫ്രേറ്റഡ് അതുകൂടി എഴുതോ. സ്മോളസ്റ്റ് ഗ്ലാൻഡ് ആണ് പൈനിയൽ ഗ്ലാൻഡ്, സ്മോളസ്റ്റ് ഗ്ലാൻഡ് ആണ്. സ്മോളസ്റ്റ് ഗ്ലാൻഡ് ആണ്. വീണ്ടും ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, ബയോളജിക്കൽ ക്ലോക്ക് എന്നും വിളിക്കും. ഹൗ, എന്തുകൊണ്ടാ? അതെ, ബയോളജിക്കൽ ക്ലോക്ക് എന്ന് എന്തുകൊണ്ടായിരിക്കും വിളിക്കുന്നത്? ക്ലോക്ക് നമുക്കറിയാലോ, സമയത്തെ സൂചിപ്പിക്കാനാണ്. ഈ സമയം നമുക്ക് എന്തിനാ? ഓരോ കാര്യങ്ങൾ സമയത്തിന് ചെയ്യണമല്ലോ നമ്മൾ, അതിനു വേണ്ടിയിട്ടേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാനായിട്ട്
കൺട്രോൾ ചെയ്യുന്നതാണല്ലോ. അതുകൊണ്ടാണ് ബയോളജിക്കൽ ക്ലോക്ക് എന്നുണ്ട്. സ്മോളസ്റ്റ് ഗ്ലാൻഡ് എന്നും എഴുതാം, സ്മോളസ്റ്റ് ഗ്ലാൻഡ് എന്നും എഴുതാം, ബയോളജിക്കൽ ക്ലോക്ക് എന്നും എഴുതാം. ഹൈഫനിട്ട് എഴുതാം കേട്ടാ. ക്ലിയർ? മനസ്സിലായോ എങ്ങനെ എഴുതണ്ടേത്? ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് ഹൈപ്പോതലാമസ് എഴുതാം. ഹൈപ്പോതലാമസ് സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് എഴുതണേ. Hyphen and write a part of brain. A part of brain. Brain ന്റെ ഒരു ഭാഗമാണ്. A part of brain which controls temperature, comma, water level, comma, hunger, Hunger, hunger. വാട്ടർ ലെവൽ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പറയോ? ഏതാ? വാട്ടർ ലെവൽ കഴിഞ്ഞിട്ട് വാട്ടർ ലെവൽ, കോമ, ഹങ്കർ, ഹങ്കർ, HUNGER. ഹണ്ടർ അല്ല, ഹങ്കർ, HUNGG. വിശപ്പിനെ കൺട്രോൾ ചെയ്യാം. ഒന്ന് വായിച്ചു നോക്കിയേ നിങ്ങൾ. ആ ENT എൻഡോക്രൈനോളജി ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയേ. തന്നിരിക്കുന്ന ആ നിങ്ങളുടെ സ്ക്രീനിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കുക കേട്ടാ. ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു ടോപ്പിക് കൂടി എടുക്കാം. ഞാൻ സമയം തികയില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ വെച്ച് നിർത്തിയത്. Can I continue? മാഡം, റേഡിയേഷൻ ഓണക്കോളജിയുടെ അർത്ഥം ഒന്ന് പറയുമോ? എന്തോ? റേഡിയേഷൻ ഓണക്കോളജിയുടെ പേരിന്റെ അർത്ഥം ഒന്ന് പറയുമോ? റേഡിയേഷൻ ഓങ്കോളജിയോ? ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റിനുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അതിനകത്ത് റേഡിയേഷൻ ഒക്കെ കൊടുക്കേണ്ടി വരൂലേ? നമ്മളവിടെ ഓങ്കോളജി പഠിക്കും. അതുകൊണ്ടാണ് ഞാൻ അവിടെ മെൻഷൻ ചെയ്യാഞ്ഞേ. അതായത് ക്യാൻസർ ഒക്കെ വന്നു കഴിയുമ്പോൾ റേഡിയേഷൻ കൊടുത്ത്, അതായത് അതിന്റെ ഒരു പ്രിവെൻഷൻ ആയിട്ട്, ഇനി ആ ഒരു രോഗം വരാതിരിക്കാൻ വേണ്ടി റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്സ് റേസ് ആയിട്ട് കടത്തിവിട്ട് അതൊക്കെ എന്താ പറയാ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കുമല്ലോ. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഈ ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇതിനോടൊക്കെ നമ്മുടെ എൻഡോക്രൈനോളജിക്ക് എന്താ പറയാ റിലേഷൻ ഉണ്ട്. ഗ്ലാൻഡുകളുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് മേഖല എന്താണെന്ന് മാത്രമേ പറഞ്ഞിരിക്കും. ഇവിടെ അത് ആ ഒരു മേഖലയുമായിട്ട് നമ്മളുടെ എൻഡോക്രൈനോളജിക്ക് എന്താ പറയാ കണക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? ഓങ്കോളജി കഴിഞ്ഞിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ജെറിയാട്രിക്സ്. നമ്മൾ പറഞ്ഞു എന്താണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്? സ്പെഷ്യലി ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ ഫോർ അഡൽട്സ്, ഓൾഡർ അഡൽട്സ്. നമ്മുടെ എൽഡർലി ആയിട്ടുള്ള പ്രായം ചെന്ന ആളുകൾക്ക് നല്ല ഹൈ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ജെറിയാട്രിക്സ്. അതായത് ഇവർക്ക് ഒരുപാട് റേഞ്ച് ഓഫ് ഇൽനെസ് ഉണ്ട്. കാലുവേദന, കാല് മടക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, മര്യാദയ്ക്ക് കിടക്കാൻ പറ്റുന്നില്ല, നിവർന്ന് നിൽക്കാൻ പറ്റാത്തവര് ചിലവര് അല്ലെ, ബാക്ക് ബോണിലൊക്കെ എപ്പോഴും പെയിൻ, നടുവേദന, വിറയല്, പിന്നെ തലചുറ്റല്, ഒത്തിരി
റേഞ്ച് ഓഫ് ഇൽനെസ് ഇവരെ ശല്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ കെയർ കൊടുക്കാൻ വേണ്ടിയും, അത് സ്പെഷ്യൽ കെയർ മാത്രമല്ല ക്വാളിറ്റി കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടുമുള്ള ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ്. എന്ന് വെച്ചാൽ ഇവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാരെല്ലാവരും വയസ്സായവരാണോ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അവര് വയസ്സായവരാണോ ആകണമെന്ന് നിർബന്ധമില്ല. അവര് ചിലപ്പോ യങ് ഡോക്ടേഴ്സ് തന്നെയായിരിക്കും. പക്ഷെ അവരുടെ രോഗങ്ങൾക്ക് കൂടുതൽ പഠിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ മാത്രം പ്രൊവൈഡ് ചെയ്യാനാണ് അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ അതാണ്. ഇനി അവർക്ക് എന്തൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന അസുഖങ്ങൾ, അതൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അവര് അനുഭവിക്കുന്ന പലതരത്തിലുള്ള ഇൽനെസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞെങ്കിൽ സ്ട്രോക്ക്, ഗ്യാസ്ട്രോഎൻട്രോളജി, സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകും, സ്ട്രോക്ക് വരാറുണ്ട്, ഡയബറ്റീസ്, അതുപോലെ ലോക്കോമോട്ടോസ് പ്രോബ്ലംസ്, അത് മൂവ്മെന്റ് പ്രോബ്ലംസ്, അതായത് ചലനശേഷിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, നടക്കാൻ പറ്റുന്നില്ല, കുറെ നേരം നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ, വിറയല്, കാല് നിലത്ത് ഉറക്കാൻ പറ്റാത്ത അവസ്ഥ, അതൊക്കെയാണ് ലോക്കോമോട്ടോസ് പ്രോബ്ലംസ്. പിന്നെ എന്താ സിങ്കോപ്പ്, അതെന്താ തലച്ചുറ്റലാണ്, ഫെയിന്റിംഗ് ആണ്, ബ്ലഡിന്റെ ലെവലൊക്കെ, ബ്ലഡിലെ ഓക്സിജന്റെ ലെവലൊക്കെ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന തലച്ചുറ്റല്, ബോൺ ഡിസീസസ്, അതായത് നമ്മുടെ അസ്ഥിയുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ, അസ്ഥി രോഗങ്ങളാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് സാധാരണ ഈ പറയുന്ന പ്രായം ചെന്നവരിൽ കാണപ്പെടുന്ന പ്രത്യക്ഷത്തിലുള്ള അവരുടെ അസുഖങ്ങൾ. പ്രധാനമായിട്ടും ഇത്തരം രോഗങ്ങളൊക്കെ ആയിട്ടുള്ള പ്രായം ചെന്നവരെ ചികിത്സിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ്. ഏതൊക്കെയാണ് ജെറിയാട്രിക്സ് വിഭാഗത്തിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എൽഡർലി പീപ്പിളിനെന്ന് ഓർത്തിരിക്കുക: സ്ട്രോക്ക്, ഗ്യാസ്ട്രോഎൻട്രോളജി, ഡയബറ്റീസ്, ലോക്കോമോട്ടോസ് പ്രോബ്ലം, സിങ്കോപ്പ് ആൻഡ് ബോൺ ഡിസീസസ്. അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ? ഇവിടെ വരെ മനസ്സിലായോ? ഇന്നെടുത്തത് മുഴുവൻ ആകെ 3 ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ആ 3 ഡിപ്പാർട്ട്മെന്റുകൾ നന്നായിട്ട് വായിച്ചു നോക്കാം. എഴുതി തന്ന എക്സ്ട്രാ നോട്ട് 2-3 കൂടി ഞാൻ എഴുതി തന്ന എക്സ്ട്രാ, നിങ്ങൾ അത് കൂടി അതിന്റെ ഒപ്പം പഠിക്കുക, ആൻസർ ചെയ്യുക നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകൾ. ഓക്കെ ഓക്കെ വായിക്കാമോ? സിങ്കോപ്പ്, സിങ്കോപ്പ് തലചുറ്റൽ. മാം അതിന്റെ താഴെ 2-3 ലൈൻ. ഏതാ? ബോൺ ഡിസീസസോ? അതിന്റെ താഴത്തെ ഒരു സെന്റൻസ് ഉണ്ടല്ലോ, അതൊന്നും കൂടെ സെന്റൻസ് ഉണ്ടായില്ലേ? അതായത് പിന്നെ മാത്രമല്ല ഇവര് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി സർവീസസും ഉണ്ട്. എന്ന് വെച്ചാൽ ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളൊക്കെ ഇന്ന് പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽസിലും ഉണ്ട് അത് അത്തരം. അതായത് ഇങ്ങനെയുള്ളവർക്ക് സ്പെഷ്യൽ കെയർ കൊടുക്കാൻ വേണ്ടി, കിടത്തി ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പല ഇൻസ്ട്രുമെന്റുകൾ പ്രൊവൈഡ് ചെയ്യാം, വീടുകളിലേക്ക് കൊടുത്തുവിടാം. ഈ വാട്ടർ ബെഡ് ഒക്കെ ഇല്ലേ, വാട്ടർ ബെഡ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. കിടപ്പ് രോഗികളായി കഴിഞ്ഞാലേ ഇവരുടെ സ്കിന്നൊക്കെ സാധാരണ നമ്മുടെ ബെഡിലൊക്കെ എടുത്തതെങ്കിൽ അവരുടെ സ്കിന്നൊക്കെ ഇങ്ങനെ പോകും, എന്താ പറയാ, തൊലി പോകും പുറത്തേക്ക്. ഒരേ പൊസിഷനിലായിരിക്കുമല്ലോ അവർ കിടക്കുക. കുറെ വയസ്സായി കഴിഞ്ഞപ്പോ അപ്പൊ അവർക്ക് തിരിച്ചൊക്കെ നമ്മൾക്ക് സഹായം വേണ്ടി വരും. അപ്പൊ എപ്പോഴും ചിലപ്പോൾ നമുക്ക് പറ്റിയില്ല എങ്കിലും ചിലപ്പോൾ നമ്മൾ വിട്ടുപോകുമല്ലോ. അപ്പൊ അവരവിടെ അങ്ങനെ കിടന്ന് ആ ഭാഗം മുഴുവനും സ്കിന്നൊക്കെ സോഫ്റ്റ് ആയി പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഇല്ലാതെ വാട്ടർ ബെഡ്സുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത്തരം ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീടുകളിൽ കൊണ്ടുപോയി ആഫ്റ്റർ ദാറ്റ് അവരുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് അങ്ങോട്ട് കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റി സർവീസസും ഇന്ന് ഈ പറയുന്ന ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പാലിയേറ്റീവ് എന്താ പറയാ കെയർ യൂണിറ്റുകള്, തെറാപ്പി യൂണിറ്റുകള്, കിടത്തി വല്ല കാലിനൊക്കെ ഭയങ്കര വേദന, ചിലപ്പോ കുറെ പ്രായം ചെന്നപ്പോ പാരലൈസ്ഡ് ആയി പോകുക, ഒരു വശമൊക്കെ തളർന്നു പോകുക. അപ്പൊ തെറാപ്പീസിലൂടെ ചിലപ്പോ അത് ട്രീറ്റ്മെന്റ് കൊടുക്കണ്ടേ, അപ്പൊ കിടത്തേണ്ടി വരും അവിടെ തെറാപ്പീസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുകൂടി ഉണ്ട്. ഓക്കെ ഓക്കെ ആണല്ലോ. മാം ഗ്യാസ്ട്രോഎൻട്രോളജി എന്താ? എന്തോ? ഗ്യാസ്ട്രോഎൻട്രോളജി സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ്.